അൺപാർലമെന്ററി ആയിട്ടുള്ള ചില വാക്കുകൾ ഇന്ന് ഞാൻ യൂസ് ചെയ്യും. വൈറലായിട്ടുള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നു. ഇവിടെ ഓണത്തിന് കരാമലിൽ അടി നടന്നു. ഈ പോലത്തെ ഒരു രാജ്യത്ത് കേൾവി പോലും ഇല്ല. ഓണത്തല്ല നാട്ടിലെ സ്ഥിരമാണ്. പുള്ളി ദുബായിൽ ഒരു വിസിറ്റിന് വന്നപ്പോൾ ഹി സോ ഹൗ ക്ലീൻ വി ആർ. ഹീസ് ലൈക്ക് ലണ്ടൻ ഇസ് ഓൾസോ വെരി ക്ലീൻ, ബട്ട് there is one specific area where you can say that it is owned by Indians. Imagine. പാൻ മസാല. അതെ. നമ്മൾ കഴിച്ചതിന്റെ വേസ്റ്റ് എടുത്ത് ടേബിളിൽ ഒരു കൂമ്പാരം കൂട്ടിയിടുന്നത്. അതെ. ഇറ്റ്സ് ഡിസ്കസ്റ്റിംഗ്. മെട്രോയിലിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന ലേഡിയുടെ വീഡിയോ വൈറലായിരുന്നു. അതെ. ഇവിടെ വണ്ടി ഓടിച്ച ഒരാൾ നാട്ടിൽ പോകുമ്പോൾ ഹോൺ അടിക്കുന്നത് കുറവായിരിക്കും. കാരണം നാച്ചുറലി നമുക്കത് വരില്ല, യൂസ്ഡ് അല്ല. ആൾക്കാരെ വിളിക്കുന്നത് മുതൽ നമ്മുടെ ടോൺ മാറുകയാണ്. അത് ഒരുപക്ഷെ കണ്ടീഷനിങ്ങിൻ്റെ ഒരു ഭാഗം കൂടിയായിരിക്കും. അവർ കണ്ടു വളർന്ന എൽഡേഴ്സ് അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടായിരിക്കും. ഇതിപ്പോൾ ദുബായിൽ ഇപ്പോൾ അവരത് സഹിക്കുന്നുണ്ട്. ഇപ്പോൾ ദീപാവലിക്ക് നമ്മൾ പടക്കം പൊട്ടിക്കുന്നുണ്ട്, ഇല്ലീഗലായിട്ടുള്ള കാര്യമാണ്. ഇന്ന് വരെ അത് വെൽക്കം ചെയ്യുന്നു. വി കനോട്ട് ബ്രേക്ക് ഇറ്റ്, വി കൻ ബെൻഡ് ഇറ്റ് എന്ന് പറയുന്ന പോലെ നമ്മളിത് ഓവറായിട്ട് ചെയ്താൽ ഒരുപക്ഷെ നാളെ ഒരു റെസ്ട്രിക്ഷൻ വന്നുകൂടായില്ല. റിവറിൽ കുളിച്ചുകൊണ്ടിരുന്നത്, അതും സോപ്പൊക്കെ കുട്ടികളിൽ നിന്ന് തുടങ്ങണം. ആസ് വി ഓൾ നോ, യൂറോപ്പിലും എസ്പെഷ്യലി ജപ്പാനിലെല്ലാം 4ാം ക്ലാസ് വരെ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സിവിക് സെൻസ് എന്നുള്ള ഒരു ടോപ്പിക്കിലാണ്. അനൂപ്, ഹലോ. എന്തുണ്ട്? സുഖം. അനൂപ്, നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഇച്ചിരി സെൻസിറ്റീവാണ്. അത് ബാക്ക് ഫയർ ചെയ്യാൻ സാധ്യതയുണ്ട്. ചിലപ്പം കുറച്ച് നെഗറ്റീവ് കമൻറ്റ്സ് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതൊരു നീഡ് ഓഫ് ദി അവർ അല്ല. അത് കഴിഞ്ഞു. അപ്പോൾ അത് പറയുമ്പോൾ നമുക്ക് ഈ നമ്മുടെ ഒരു കോൺവെർസേഷൻ കൊണ്ട് ഒരാൾക്കെങ്കിലും ഇതൊരു ജീവിതത്തിൽ പ്രയോജനപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു കോൺവെർസേഷൻ കൊണ്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആവും. തീർച്ചയായും. ഓക്കെ, അതിലോട്ട് നമുക്ക് ടോപ്പിക്കിലോട്ട് വരുന്നതിന് മുന്നേ അനൂപ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ഹു ആർ യു ആൻഡ് വാട്ട് യു ഡു? എൻ്റെ പേര് അനൂപ് മുരളീധരൻ. ഞാൻ ഒരു തൃശ്ശൂർ സ്വദേശിയാണ്. 2008 മുതൽ ഞാനൊരു കോർപ്പറേറ്റ് ട്രെയിനറാണ്. ആൻഡ് ഇപ്പോൾ എനിക്ക് സ്വന്തമായിട്ടൊരു കമ്പനിയുണ്ട്. ഇറ്റ്സ് കോൾഡ് ഹാപ്പിനെസ് ഇൻഡീഡ്. ഐ എം എ ഹാപ്പിനെസ് കോച്ച്. വർക്ക് പ്ലേസ് ഹാപ്പിനെസ്സിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ആൻഡ് അതിന് മുൻപ് ഞാൻ ഏകദേശം ഒരു 8 വർഷത്തോളം ഒരു റേഡിയോ ജോക്കി ആയിട്ടും ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ എം ഓൾസോ എ TEDx സ്പീക്കർ. ആൻഡ് ഇപ്പോൾ ലൈക്ക് ഐ സെഡ് മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് വർക്ക് പ്ലേസ് ഹാപ്പിനെസ്, അതെങ്ങനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാം എന്നുള്ള ഒരു കാര്യത്തെ പറ്റിയാണ്. So that's about you. Absolutely. All right, okay. Yeah. Let's jump directly into the... Oh, yes. See, ഈ ലോകം ഉണ്ടായ സമയം തൊട്ട് നമ്മളിങ്ങനെ പല ഇവോൾവ് ചെയ്തിങ്ങനെ വരികയാണല്ലോ. അപ്പോൾ ലാംഗ്വേജസ് ഉണ്ടായിരുന്നു, പല ലാംഗ്വേജസ് ഉണ്ടായിരുന്നു. പിന്നെ പല ലാംഗ്വേജിലോട്ട് വരുന്നതിന് മുന്നേ ലോകത്തിന് കൂടെ ഒരു ലാംഗ്വേജ് ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയാണ് പല കൾച്ചറായിട്ടും പല കാസ്റ്റായിട്ടും ഒക്കെ നമ്മൾ മാറിപ്പോവുകയും പല ലാംഗ്വേജസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുകയും ചെയ്തത്. പക്ഷേ ഇപ്പം തിരിച്ച് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്, ഒരു ലോകം ഇപ്പം ഒരു വിരൽത്തുമ്പിലാണ്. ഓക്കെ, ഒരു കൾച്ചറൽ ഇൻ്റഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ കൾച്ചറൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ യുണീക്ക് ഐഡൻറ്റിറ്റീസ് നമ്മൾ കീപ്പ് ചെയ്തിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസങ്ങൾ നമ്മൾ കീപ്പ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നതായിരുന്നു. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. ഫോർ എക്സാമ്പിൾ, എൻ്റെ ഒരു കേസ് എടുത്താൽ തന്നെ എൻ്റെ വൈഫ് നോർത്ത് ഇന്ത്യനാണ്. ഓക്കെ, പുള്ളിക്കാരി ഒറിജിനലി രാജസ്ഥാനിയാണ്, പക്ഷേ ബോൺ ആൻഡ് റേസ്ഡ് മഹാരാഷ്ട്രയിലാണ്. എൻ്റെ പിള്ളേർ വന്നപ്പോഴത്തേനും, ഞാൻ മലയാളിയാണ്, എൻ്റെ പിള്ളേർ വന്നപ്പോഴത്തേനും അവർ ജനിച്ചത് ദുബായിലാണ്, കാണുന്നത് കൊറിയൻ ഡ്രാമാസാണ്, ഫോളോ ചെയ്യുന്ന അമേരിക്കൻ അല്ലെങ്കിൽ യൂറോപ്യൻ വെസ്റ്റേൺ ഫാഷൻ ആണ് അവർ ഫോളോ ചെയ്യുന്നത്. ഇവർക്കൊരു ഐഡൻറ്റിറ്റി ക്രൈസിസ് വരുന്നുണ്ടോ എന്ന് ചിലപ്പോഴൊക്കെ എനിക്ക് സംശയമുണ്ട്. ഇതങ്ങോട്ട് കുറച്ച് കൂടിയ തലത്തിലോട്ടാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മളിപ്പം നമ്മുടെ ബാച്ചിലറായിട്ട് നമ്മൾ വേറൊരു രാജ്യത്ത് ചെല്ലുന്നു, അവിടെ ഒരാളെ ഇഷ്ടപ്പെടുന്നു, അവിടെ പ്രണയിച്ച് നമ്മൾ കല്യാണം കഴിക്കുന്നു. നമ്മുടെ ബിലീഫും യൂണീക്ക് ഐഡൻറ്റിറ്റീസും നമുക്കവിടെ കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല ആക്ച്വലി. ഓക്കെ, അവിടെ ഒരു കൾച്ചറൽ ഇൻ്റഗ്രേഷൻ ഒരു വേറൊരു തലത്തിലാണ് സംഭവിക്കുന്നത്. പക്ഷേ അതിൻ്റെ ആയിട്ടുള്ള നല്ല വശങ്ങളുമുണ്ട്, ചില അത്ര നല്ലതല്ലാത്ത വശങ്ങളുമുണ്ട്. തീർച്ചയായും അത്ര നല്ലതല്ലാത്ത ആ വശങ്ങൾ ആണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. കൾച്ചറൽ ഇൻ്റഗ്രേഷൻ വരുമ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. തീർച്ചയായും നമ്മൾ ചെന്ന് കാട്ടിക്കൂട്ടുന്ന ചില അൺപാർലമെന്ററി ആയിട്ടുള്ള ചില വാക്കുകൾ ഇന്ന് ഞാൻ യൂസ് ചെയ്യും. കാരണം യൂസ് ചെയ്യേണ്ടി വരും. ചില കോപ്രായങ്ങൾ, അത് നമുക്കൊന്ന് അഡ്രസ്സ് ചെയ്യേണ്ടിയില്ലേ? വി ആർ ഓൾറെഡി ലേറ്റ്. ഒത്തിരി ആൾക്കാർ ഇതിനെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും. പക്ഷേ നമുക്കൊന്ന് അഡ്രസ്സ് ചെയ്യേണ്ടതിനെ. തീർച്ചയായും. അതായത്
മൈഗ്രേഷൻ എന്നുള്ളത് ഈ ബേർഡ്സിലും ആനിമൽസിലും ഉള്ളതുപോലെ മനുഷ്യരിലും പണ്ട് മുതലേ ഉള്ളൊരു കാര്യമാണ്. നമ്മൾ നൊമാഡ്സ് ആണ് ബേസിക്കലി. നമുക്ക് ഒരു സ്ഥലത്ത് നമ്മളൊരു പക്ഷേ ഭക്ഷണം എന്നുള്ളൊരു ആസ്പെക്റ്റ് കാരണമാണ് നമ്മൾ ഒരു സ്ഥലം ചൂസ് ചെയ്യാൻ തുടങ്ങിയത്. വെള്ളത്തിനടുത്തുള്ള ഒരു സ്ഥലം. പിന്നെ നമ്മൾ ഈ മൈഗ്രേഷൻ നമ്മുടെ ഒരു ഭാഗമാണ്. നമ്മൾ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്ന ആൾക്കാരാണ്. ഈ സഞ്ചരിച്ച് നമ്മൾ എത്തുന്ന സ്ഥലത്ത് നമ്മുടേതായിട്ടുള്ളൊരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ പണ്ട് മുതലേ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. ഇത് എൻ്റെ കുടുംബത്തിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ എൻ്റെ കൾച്ചറിൽ എങ്ങനെയാണ്. ഒരുപക്ഷെ കാലാധിഷ്ഠിതമായി അത് കൂടി വരികയാണ്. പണ്ട് ഇത്ര ഇല്ലായിരുന്നു. ഒരുപക്ഷെ നമ്മുടെ വീട്ടിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഒരു കൾച്ചറൽ എൻവയൺമെൻ്റ് ഉണ്ട്. US-ലും കാനഡയിലും എല്ലാം പണ്ട് കാലത്ത് ഒരു ഏകദേശം ഒരു 70 വർഷം മുമ്പൊക്കെ കുടിയേറി പാർത്തവർ നമ്മളുടെ കൾച്ചർ എന്നുള്ളത് ആ 4 ചുവരുകൾക്കുള്ളിൽ നിൽക്കുന്നൊരു കാര്യമായിരുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അവർ കൾച്ചറലി സെൻസിറ്റീവ് ആണ്. കൾച്ചർ വളരെയധികം അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവർ ആ വാസസ്ഥലം ഏതാണോ അതിലേക്ക് അഡാപ്റ്റഡ് ആയിരുന്നു എപ്പോഴും. അവിടുത്തെ കൾച്ചറുമായിട്ട്. ഇപ്പോൾ പ്രോബബ്ലി ഇൻ ദ ലാസ്റ്റ് 15 years ഇമിഗ്രൻസിൻ്റെ എണ്ണം വളരെയധികം കൂടിയിരിക്കുകയാണ്. എസ്പെഷ്യലി ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 7 വർഷം കോവിഡിന് തൊട്ട് മുൻപ് മുതൽ ഇപ്പോൾ വരെ പുറത്തേക്ക് പോകുന്ന കുട്ടികളുടെ എണ്ണം വളരെ കൂടുതലാണ്. കുട്ടികൾ മാത്രമല്ല, മൈഗ്രേറ്റ് ചെയ്ത് ഫാമിലി ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. ആ ഒരു കാര്യം കൂടിയപ്പോഴാണ് ഒരു പക്ഷേ ഈ കൾച്ചർ എന്നുള്ളത് ഈ വീടിനകത്ത് മാത്രം നിൽക്കുന്നൊരു കാര്യമല്ല, പുറത്തും അതായത് അന്യരാജ്യത്തും ഞങ്ങളത് എസ്റ്റാബ്ലിഷ് ചെയ്യും എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി വന്നത്. ഇതിനു മുൻപ് ഇത്ര നിർബന്ധമൊന്നുമില്ലായിരുന്നു. നമ്മൾ പണ്ട് ഈ പഴഞ്ചൊല്ലുകൾ കേട്ടിട്ടുണ്ട്. റോമിൽ ചെന്നാൽ റോമാക്കാരനെ പോലെ, പാമ്പിനെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടു കഷ്ണം കഴിക്കണം, അല്ലേ? ഇതെല്ലാം പണ്ട് മുതലേ നമ്മൾക്ക് അഡാപ്റ്റബിലിറ്റിയെ പഠിപ്പിക്കാനായിട്ട് പറഞ്ഞു തന്ന പഴഞ്ചൊല്ലുകളാണ്. പക്ഷെ ഇപ്പോൾ നമ്മൾക്ക് റോമിൽ ചെന്നാൽ നമുക്ക് സദ്യ കഴിക്കണം, പാമ്പിനെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നമുക്ക് പറ്റില്ല, നമുക്ക് അവിയൽ കഴിക്കണം എന്നൊക്കെ പറയുന്ന ഒരു നിർബന്ധ ബുദ്ധി അവിടേക്ക് വരുന്നത് ഭക്ഷണകാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ ഫെസ്റ്റിവൽസ് ആണെങ്കിലും. അത് പണ്ട് കാലത്ത് ഇപ്പോൾ ബിനിൽ ഐം ഷുവർ ഒരുപാട് നാളായിട്ട് വിദേശത്തുള്ള ഒരാളാണ്. നമുക്ക് പണ്ട് ഇവിടെ വെള്ളിയാഴ്ചകളിൽ മുടക്കുണ്ടായിരുന്നപ്പോൾ ഏത് വെള്ളിയാഴ്ചയാണോ ആ വെള്ളിയാഴ്ച മാത്രം നമ്മൾ ഓണം അല്ലെങ്കിൽ ക്രിസ്മസും സെലിബ്രേറ്റ് ചെയ്തിരുന്ന ഒരു ജനതയാണ്, അല്ലേ? അത് മാറിയിട്ടിപ്പോൾ ഏത് ദിവസമാണോ ഈ പറയുന്ന ഫെസ്റ്റിവൽ വരുന്നത് നമ്മൾ ലീവ് എടുത്തിരിക്കും. അത് മാത്രമല്ല, അതൊരു രാജ്യാന്തര ഉത്സവമായി അതിനെ മാറ്റുക എന്നുള്ളൊരു ഈ പറയുന്നൊരു നിർബന്ധ ബുദ്ധി നമ്മളിലേക്ക് വരുന്നുണ്ട്. അത് ഞാനൊരു പോയിന്റ് ആഡ് ചെയ്യട്ടെ. അത് ദുബായിലായതുകൊണ്ട് UAE-ലായതുകൊണ്ട് അത് കുഴപ്പമില്ല. കാര്യം അവരെല്ലാത്തിനെയും വെൽക്കം ചെയ്യുന്നവരാണ്. ഓക്കെ. പക്ഷേ ഇത്രത്തോളം വെൽക്കം ചെയ്യാത്ത ഒരു കൺട്രിയിലാണെങ്കിലാണ് ഇതിൻ്റെ പ്രശ്നം. അതെ, ഇതിപ്പോൾ ദുബായിൽ ഇപ്പോൾ ഇന്ന് വരെ അത് വെൽക്കം ചെയ്യുന്നു. വി കനോട്ട് ബ്രേക്ക് ഇറ്റ്, വി ക്യാൻ ബെൻഡ് ഇറ്റ് എന്ന് പറയുന്ന പോലെ നമ്മളിത് ഓവറായിട്ട് ചെയ്താൽ ഒരുപക്ഷെ നാളെ ഒരു റെസ്ട്രിക്ഷൻ വന്നുകൂടായില്ല. കാരണം ഇപ്പോൾ അവരിത് സഹിക്കുന്നുണ്ട്. ഇപ്പോൾ ദീപാവലിക്ക് നമ്മൾ പടക്കം പൊട്ടിക്കുന്നുണ്ട്, ഇല്ലീഗലായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ പറയുന്ന പോലെ ഇവിടെയുള്ള ചില സ്ഥലങ്ങളിൽ അത് പടക്കം പൊട്ടിക്കുന്നതുകൊണ്ടോ സെലിബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ടോ അങ്ങനെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ആരും ഉണ്ടാക്കുന്നില്ല. അത് നമ്മൾ മുതലെടുക്കാതിരുന്നാൽ മതി. ഈ വർഷം ഇത്ര പ്രശ്നം ഉണ്ടാക്കില്ല, നാളെ നമുക്കിതിലും കൂടുതൽ ചെയ്യണം എന്നുള്ളൊരു വാശി ഒരു പ്രവാസി എന്ന രീതിയിൽ, ഒരു എക്സ്പാറ്റ് എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആ ബൗണ്ടറി നമ്മൾ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇത് വേറൊരു രാജ്യമാണ്. അതെ, നമ്മളിവിടെ എക്സ്പാറ്റ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള ചില മര്യാദകളുണ്ട്. തീർച്ചയായും. അപ്പോൾ ഇപ്പോൾ പല സമയത്ത്, ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇവിടെ ഓണത്തിന് വൈറലായിട്ടുള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നു. ഇവിടെ ഓണത്തിന് കരാമലിൽ അടി നടന്നു. കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു കാര്യമാണ്, അല്ലെ? UAE പോലത്തെ ഒരു രാജ്യത്ത് കേട്ടുകേൾവി പോലും ഇല്ല. അതെ, നാട്ടിൽ സ്ഥിരമാണ്. അതാണ് നമ്മുടെ സ്വന്തം നാട് ഇങ്ങോട്ട് പറിച്ച് നടാൻ ശ്രമിക്കുകയാണ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ലല്ലോ. തീർച്ചയായും. ഇമാജിൻ നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ ഇത്രയധികം അന്യസംസ്ഥാന തൊഴിലാളികൾ ഉണ്ടാകുന്ന സമയത്ത് അവരുടെ കൾച്ചർ നമ്മുടെ നാട്ടിലേക്ക് പറിച്ചു കണ്ടാൽ എങ്ങനെ ഉണ്ടാവും? അവരുടെ ഏതെങ്കിലും ഒരു ഫെസ്റ്റിവലിന് നമ്മുടെ റോഡുകൾ ബ്ലോക്ക് ചെയ്ത് അവർ ഉത്സവം നടത്തിയാൽ എങ്ങനെ ഉണ്ടാവും? നമ്മൾ ഏകദേശം ആ ഒരു റൂട്ടിലാണ് അന്യ രാജ്യങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പറയുന്ന കാനഡയിലായിക്കോട്ടെ, കാനഡയിൽ
ഒരു വലിയ ജംഗ്ഷനിൽ ഓണപ്പരിപാടി നടക്കുന്നു, അല്ലെങ്കിൽ പ്രൊസഷൻസ് നടക്കുന്നു. ഇത് റിലീജിയസ് പരിപാടികൾ മാത്രമല്ല, ഇതിപ്പോൾ ചില കൂട്ടായ്മകൾ അവരുടെ പരിപാടികൾ അരങ്ങേറുന്നു. ഇത് ഇന്ന് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് ഓക്കെ ആയിരിക്കാം, നാളെയും ചിലപ്പോൾ ഓക്കെ ആയിരിക്കാം. പക്ഷെ നമ്മൾ ഈ പറയുന്ന അടുത്ത ജനറേഷൻ വരികയാണ്. നമ്മുടെ അതേ എത്തൻറ്റിസിറ്റിയിലുള്ള ആൾക്കാർ ഈ ജനറേഷനിൽ ഇൻക്ലൂഡഡ് ആണ്. അവർ ഇന്ത്യൻസ് അല്ല, അവരൊരു പക്ഷേ ബോൺ കനേഡിയൻസ് ആണ്, ബോൺ അമേരിക്കൻസ് ആണ്. അവർക്കെല്ലാവർക്കും ഒരു പക്ഷേ ഇതിനോടൊരു എതിർപ്പ് ഇവൻച്വലി വരാൻ സാധ്യതയുണ്ട്. മൈ പോയിന്റ് ഇസ്, നമ്മൾ തന്നെ നമ്മളെ എതിർക്കുന്ന ഒരു കാലം വിദൂരമല്ല. ഈ വക അല്ലെങ്കിൽ ഇതുപോലെയുള്ള ബൗണ്ടറികൾ തെറ്റിച്ചുള്ള കാര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും ഒരു റിയാക്ഷൻ വരും. ആ റിയാക്ഷൻ വരുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരുന്നത്. അതിപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് ദുബായിലാണെങ്കിൽ പോലും ഇനിയിപ്പോൾ നമുക്ക് പുണ്യ റമദാൻ മാസം വരാൻ പോവുകയാണ്. ആസ് വി ഓൾ നോ, ഇവിടെ ഒരു ഫുഡ് ഫെസ്റ്റ് നടക്കുന്നുണ്ട്, വിച്ച് ഇസ് ഗ്രേറ്റ്. ഐ തിങ്ക് ഒരു വളരെ കൾച്ചറലി മാത്രമല്ല, ഇപ്പോൾ ഭക്ഷണപ്രിയരും എല്ലാവർക്കും ഒരു നല്ലൊരു സ്പേസാണ്. ദി ഓൺലി പോയിന്റ് ഇസ്, അത് നടക്കുന്നത് ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ്. അവിടേക്ക് ട്രാഫിക് ഡെഫിനറ്റ്ലി ലിമിറ്റഡ് ആണ്. അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് പാർക്കിങ്ങിനോ അല്ലെങ്കിൽ പെട്ടെന്ന് പുറത്തിറങ്ങാനോ ബുദ്ധിമുട്ടുകളുണ്ട്. ലൗഡ് നോയ്സസ് രാത്രി വരെയുണ്ട്. നമ്മളെല്ലാവരും അങ്ങോട്ട് പോയിട്ടുള്ളതാണ്, ആ ഫുഡ് ഫെസ്റ്റിൽ പങ്കെടുത്തിട്ടുള്ളതാണ്. ഈ പുണ്യ റമദാൻ മാസം നമ്മൾ ലേറ്റ് നൈറ്റ് കുറച്ചിരിക്കേണ്ട ഒരു സ്വഭാവം, അതിനെ മുതലെടുത്തുകൊണ്ട് ഒരു പക്ഷേ അവിടെ കൂട്ടായ്മകൾ ചേർന്ന് ഒച്ചയിൽ പാട്ട് പാടുന്നു. അത് ഒരിക്കലും ഒരു പുണ്യ റമദാൻ മാസത്തിനോടനുബന്ധിച്ചുള്ള പാട്ടുകളല്ല അവിടെ പാടുന്നതോ അരങ്ങേറുന്നതോ. അതൊരു നമ്മൾ മലയാളി ഡ എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, നമ്മുടെ ഒരു വേർഷൻ ഉണ്ടല്ലോ, അത് കാണിക്കാനായിട്ടുള്ള ഒരു ശ്രമം പോലെയാണ് പലപ്പോഴും അവിടെ കാണുന്നത്. ഇതും നമ്മുടെ കൾച്ചറുമായിട്ട് കാര്യമായിട്ടുള്ള ബന്ധമൊന്നുമില്ല. ഇതൊരു ഫുഡ് ഫെസ്റ്റിവലാണ്. പുണ്യ റമദാൻ മാസം ആ വൈകിട്ട് പല ഹോട്ടൽസിനും റെസ്റ്റോറൻറ്റ്സിനും വന്നവരുടെ ഫുഡ് എക്സിബിറ്റ് ചെയ്യാനുള്ളൊരു സ്പേസും അത് നമുക്ക് പോയി കഴിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്ന ആ ഒരു ഇതിൽ ഇത് ഒതുങ്ങിയാൽ നന്നായിരുന്നു. എപ്പോഴാണ് ഇത് ഒരു പക്ഷേ ഈ നോയ്സ് പൊല്യൂഷൻ കാരണമോ അല്ലെങ്കിൽ ഡിസ്റ്റർബൻസസ് കാരണമോ കംപ്ലൈൻറ്റ് വന്ന് ഇതെപ്പോഴാണ് ഇത് നിർത്താനൊരു ഓർഡർ വന്നാൽ ആലോചിച്ച് നോക്കൂ. അത് അവരുടെ ഇതിനെ വ്രണപ്പെടുത്തില്ലേ ഈ പറയുന്ന ആൾക്കാരുടെ. അപ്പം നമ്മൾ ഈ കാര്യങ്ങളിലുള്ള ഒരു സിവിക് സെൻസ് നമുക്ക് ലാക്ക് ചെയ്യുന്നില്ലേ? അതെന്തുകൊണ്ട് ലാക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഞാൻ അതിലോട്ടാണ് വരുന്നത്. നമ്മുടെ ഈ സിവിക് സെൻസ് ഞാനിന്ന് 4 ഏരിയാസിലായിട്ടാണ് ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതിന് വേണ്ടി എടുത്തത്. ഓക്കെ, ഒന്ന്, നമ്മൾ പബ്ലിക്കിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം. ഓക്കെ, 2 റെസ്റ്റോറൻറ്റ്സിൽ പോകുമ്പോൾ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം. ഓക്കെ, 3 ഒരു ഫോറിൻ കൺട്രിയിൽ, പിന്നെ 4 ഒരു പബ്ലിക് സ്പേസിൽ. ഇത് ഒന്ന് 1 by 1 ആയിട്ട് പറയാൻ പറ്റുമോ? ചില കോമൺ ആട്രിബ്യൂട്ട്സ് വരുന്നുണ്ട്, എല്ലായിടത്തും ബിഹേവ് ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഇതിനൊന്ന് സ്പെസിഫൈ ചെയ്തിട്ടൊന്ന് പറയാൻ പറ്റുമോ ഈ ഏരിയയിൽ എങ്ങനെ ചെയ്യണം? ഫോർ എക്സാമ്പിൾ ഇൻ പബ്ലിക് തീർച്ചയായും ഈ ഒരു സ്ഥലത്ത് നമുക്ക് ബിഹേവ് ചെയ്യാൻ നമ്മൾ പ്രാപ്തരാണെങ്കിൽ എല്ലാ സ്ഥലത്തും നമ്മൾ അങ്ങനെ ബിഹേവ് ചെയ്യുള്ളൂ, ഇറസ്പെക്റ്റീവ് ഓഫ് ദ കൺട്രി ഓർ ലൊക്കാലിറ്റി ഓർ പ്ലേസ്. ഈ പറയുന്ന കൺട്രി ആയിക്കോട്ടെ, റെസ്റ്റോറൻറ്റ് ആയിക്കോട്ടെ, എവിടെയാണെങ്കിലും നമ്മളുടെ ബേസിക് ബിഹേവിയറൽ പാറ്റേണിൽ ഒരു മാറ്റം വരുത്തിയാൽ അതൊരു ബ്ലാങ്കറ്റ് ആയിട്ടുള്ളൊരു സെൻസാണ്. ഈ സിവിക് സെൻസ് സിറ്റിസൻസിന് വേണ്ടിയിട്ടുള്ള ഒരു വാക്കാണ്. ഒരു സ്ഥലത്ത് ഒരു സിറ്റിസൺ ബിഹേവ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളൊരു ബേസിക് പാരാമീറ്റർ ഉണ്ട്. ഞാൻ അങ്ങനെയല്ലട, എനിക്ക് തോന്നുന്ന പോലെ ഞാൻ ജീവിക്കും എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ നമുക്കൊരു ബ്ലാങ്കറ്റ് ആയിട്ടുള്ള ഒരു സിവിക് സെൻസ് ഒരു സൊസൈറ്റിക്ക് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ അങ്ങനെ ഈ വ്ളോഗേഴ്സിനെ ഒന്നും അങ്ങനെ ഫോളോ ചെയ്യാത്ത ഒരാളാണ്. പക്ഷെ ഞാൻ ഈയിടെ എൻ്റെ ഫീഡിൽ വന്ന ഒരു പ്രശസ്ത യൂട്യൂബറിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകളും വൈഫും കൂടെ നാട്ടിൽ കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ചെറിയ കുട്ടി, എനിക്ക് തോന്നുന്നു 5 വയസ്സ് എന്തോ ഉള്ളൂ, ആ കുട്ടി ഒരു ചോക്ലേറ്റിൻ്റെ റാപ്പർ കാറിൻ്റെ വിൻഡോ കൂടെ പുറത്തേക്ക് ഇട്ടു. ഞാൻ കണ്ടായിരുന്നു. അതെ, ഇത് ഇദ്ദേഹം ശ്രദ്ധിച്ചപ്പോൾ ഇദ്ദേഹം വണ്ടി അവിടെ നിർത്തി പുറത്തേക്ക് പോയി. ഈ കുട്ടിയെയും കൊണ്ടുപോയി ആ റാപ്പർ എടുത്ത് തിരിച്ച് വണ്ടിയിലേക്ക് വന്നിട്ട് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടി ചോദിച്ചു, ഇത് ഞാൻ പിന്നെ വേറെ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇത് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി വേസ്റ്റ് ബിന്നിലിടും എന്ന് പറഞ്ഞു. നോ ദാറ്റ് ഇസ് ദ ഫൗണ്ടേഷൻ ഓഫ് സിവിക് സെൻസ്. കുട്ടികളിൽ നിന്ന് തുടങ്ങണം. ആസ് വി ഓൾ നോ, യൂറോപ്പിലും എസ്പെഷ്യലി ജപ്പാനിലെല്ലാം 4ാം ക്ലാസ് വരെ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സിവിക് സെൻസ് എന്നുള്ള ഒരു ടോപ്പിക്കിലാണ്. തീർച്ചയായും നമ്മളുടെ അവിടെ ഐ ഡൗട്ട് എത്ര സ്കൂളുകളിൽ, എത്ര വീടുകളിൽ ഇത് പഠിപ്പിക്കുന്നു എന്നുള്ളത്. ഈ സിവിക് സെൻസ് കുട്ടികളിൽ ഇൻസ്റ്റിൽ ചെയ്താൽ
ഏറ്റവും കൂടുതലായിട്ട് നാച്ചുറലി അവർക്ക് ഒരു ടാലൻറ്റ് വരും എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ. അൺഫോർച്ചുനേറ്റ്ലി അത് പഠിപ്പിക്കുന്നില്ല നമ്മുടെ ഇവിടെയും. കുമ്പളങ്കി നൈറ്റ്സ് എന്ന സിനിമയിൽ അഭിനയിച്ച ഒരു അമേരിക്കൻ ലേഡി ഉണ്ടായിരുന്നു, ജാസ്മിൻ എന്നായിരുന്നു അവരുടെ പേര്. അവർ ദുബായിൽ ഒരു ഷൂട്ടിന് വന്നപ്പോൾ ഞാൻ അവരെ ഒരിക്കൽ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ കുമ്പളങ്ങി നൈറ്റിൻ്റെ എക്സ്പീരിയൻസും എല്ലാം ചോദിക്കുമല്ലോ. അവർ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ആ സിനിമ ഹിറ്റായതിലും അവർക്ക് വളരെയധികം സന്തോഷമുണ്ടായിരുന്നു. പക്ഷെ അവർ പറഞ്ഞ ഒരു കാര്യം, അവിടെ ചെന്നപ്പോൾ കൊച്ചു കുട്ടികൾ മുതൽ ഒരു 80 വയസ്സായ ആൾക്കാർ വരെ എന്നെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദേ വർ സ്റ്റെയറിങ് അറ്റ് മീ. ആൻഡ് ലെറ്റ് മീ ടെൽ യു അനൂപ്, ഞങ്ങളുടെ നാട്ടിൽ കുട്ടികളെ ആദ്യം പഠിപ്പിക്കുന്നത് സ്റ്റെയർ ചെയ്യരുത് എന്നാണ്. ഒരാളെയും തുറച്ചു നോക്കരുത്. അത് ഒരു പോയിന്റ് ഒന്ന് ആഡ് ചെയ്തോട്ടെ. നമ്മളിൽ ഒരു പ്രശ്നം എന്താ പറയുക, ഈ തുറിച്ചു നോക്കുന്നത് തെറ്റാണെന്നുള്ള കാര്യം പോലും അവർക്ക് അറിയില്ല. അതാണ് പ്രശ്നം. നമ്മൾ പലതും നമ്മൾ തുപ്പരുത്, തുപ്പുന്ന തെറ്റാണെന്ന് ആരും പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. അവർക്കത് തെറ്റാണെന്ന് അറിഞ്ഞെങ്കിലല്ലേ അവർ നാളെ അത് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുള്ളൂ. അപ്പോഴാണ് ഈ സിവിക് സെൻസ് നമ്മളെ അവിടെ സ്കൂളുകളുടെ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് പഠിപ്പിക്കേണ്ട ആവശ്യകത വരുന്നത്. അബ്സല്യൂട്ട്ലി. ഈ അപ്പോൾ അവർ ഈ പറഞ്ഞ ഈ തുറച്ചു നോക്കരുതെന്നുള്ള കാര്യം, എന്നിട്ട് അവരെന്നോട് അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ പറ്റി എനിക്കൊരു ക്ലാസ് എടുത്തു. അതായത് ആ ജനതയുടെ ഭാഗമാണല്ലോ ഞാൻ. അപ്പം എന്നിട്ട് അവർ പറയാണ്, ഐ ഡോണ്ട് നോ ഇഫ് യു നോ, back in our schools we are very strictly asked not to stare at people, and if someone sees you staring at them, it is taken as an offense. അതായത് നമുക്ക് കംപ്ലയിൻറ്റ് പോലും ചെയ്യാൻ പറ്റുന്നൊരു ഒഫൻസാണ്. ഇയാൾ ഒരുപാട് നേരമായിട്ട് തന്നെ സ്റ്റെയർ ചെയ്ത് നോക്കുന്നു എന്നുള്ളത് നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാൻ തക്കവണ്ണമായിട്ടുള്ള ഒരു ഒഫൻസാണ്. അപ്പോൾ ഞാൻ അവരോട് ഒബ്വിയസ്ലി അപ്പോളജൈസ് ചെയ്ത് ഞാൻ പറഞ്ഞു, ബെന്നിലിപ്പോൾ പറഞ്ഞ പോലെ ഐ ഡോണ്ട് തിങ്ക് ദേ നോ, ബിക്കോസ് ദേ ആർ നെവർ ടോട്ട്. അത് ഞങ്ങളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെയോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലി വാല്യൂസിലോ പെടുന്നൊരു കാര്യമല്ല. നമുക്ക് വാല്യൂസ് എന്ന് പറയുമ്പോൾ അതിൽ സിവിക് സെൻസ് ഒരിക്കലും ഒരു ഭാഗമായിട്ട് വന്നിട്ടില്ല. മേ ബി പേരൻസിന് ആ ബോധമുണ്ടെങ്കിൽ അത് ഇൻസ്റ്റൻറ്റ് ചെയ്യുമെന്നല്ലാതെ പേരൻസിന് പോലും ആ ഒരു അവെയർനെസ് ഇല്ലാത്ത സമയത്ത് കുട്ടികളെ നമുക്ക് ഒരിക്കലും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ടു സ്റ്റാർട്ട് ഓഫ് ക്യാച്ച് ദെം യങ് എന്ന് പറയുന്നത് പോലെ വി ഷുഡ് സ്റ്റാർട്ട് ദിസ് ഫ്രം ഹോം. ഇപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഒരു കാര്യം കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ അവർ തന്നെ ശീലിക്കണമെങ്കിൽ അത് തുറിച്ച് നോക്കരുത് എന്നുള്ളൊരു ഫസ്റ്റ് പോയിന്റാണ്. ഇവിടെ മുതലാണ് ഒരു പക്ഷേ നമ്മളുടെ സിവിക് സെൻസിൻ്റെ ആരംഭം. ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദെം. പിന്നെ നേരത്തെ ബെന്നിൽ പറഞ്ഞതുപോലെ തുപ്പരുത്. ലണ്ടനിൽ എൻ്റെ ഒരു ഫ്രണ്ട് താമസിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പം അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് പറയാണ്, ഐ ഫീൽ വെരി ബാഡ്. പുള്ളി ദുബായിലൊരു വിസിറ്റിന് വന്നപ്പോൾ ഹീ സോ ഹൗ ക്ലീൻ വി ആർ ആൻഡ് ഓൾ ദാറ്റ്. ഹീസ് ലൈക്ക് ലണ്ടൻ ഈസ് ഓൾസോ വെരി ക്ലീൻ, ബട്ട് ദർ ഈസ് വൺ സ്പെസിഫിക് ഏരിയ വേ യു ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ഓൺഡ് ബൈ ഇന്ത്യൻസ്. ഇമാജിൻ. അതെ അതെ. അപ്പം പുള്ളി പറയാണ്, എനിക്കത് ഐ ഫീൽ വെരി അഷെയിംഡ്. കാരണം ഇപ്പം വേറെ രാജ്യത്തുള്ള ആൾക്കാർ അതിൽ കൂടെ പോകുമ്പോൾ ദി സേയിങ് ഓക്കെ ദീസ് ഏരിയാസ് ബിലോങ്സ് ടു ഇന്ത്യൻസ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു എംബാരസ്മെൻ്റ് എന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം നേരത്തെ ഈ തുപ്പരുത് എന്ന് പറഞ്ഞ ആ ഒരു ഇതിലേക്കാണ് വരുന്നത്. നമ്മുടെ രാജ്യത്തോ പോട്ടെ, അത് എത്ര സമയം എടുക്കുമെന്ന് എനിക്ക് അറിയില്ല. ഇത് ഓൾറെഡി അങ്ങനെ ഒരു കൾച്ചർ ഇല്ലാതിരുന്ന ഒരു രാജ്യമാണ്. ഒരു പക്ഷേ ഈ കൂട്ടം ആൾക്കാരവിടെ ചേക്കേറുന്നതിന് മുമ്പ് അത് വളരെ ക്ലീൻ ആയിട്ടിരിക്കുന്ന ഒരു സ്പേസ് ആയിരുന്നു. പക്ഷേ അത് നാഷണൽ മീഡിയ അറ്റൻഷനിൽ വന്ന ഒരു കാര്യം കൂടെയാണ്. ഒരു 2 മാസം മുമ്പ് ഒരു പുതിയ ബോർഡ് വെച്ച് അതിലേക്ക് ഇതുപോലെ തുപ്പിയ മാർക്കുകൾ കാണുന്നത്. ആൻഡ് ഇറ്റ് ഈസ് വെരി എവിഡൻറ്റ് ദാറ്റ് ഇറ്റ് ഇസ് ഡൺ ബൈ എൻ ഇന്ത്യൻ. വേറൊരു നാഷണാലിറ്റിയിലേക്ക് അത് പോകുന്നില്ല. ഏഷ്യൻസ് ബേസിക്കലി. സോ ദ പോയിന്റ് ഇസ് വേർ ഡു വി സ്റ്റാർട്ട്? അപ്പോൾ ഒബ്വിയസ്ലി ആ ചെയ്ത ആൾക്കാരുടെ വീട്ടിൽ അങ്ങനെ ഒരു സെൻസ് പറഞ്ഞു കൊടുക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടായിരിക്കുമല്ലോ അവർ ചെയ്തത്. അവിടെ ജനിച്ചു വളർന്നതല്ല, മൈഗ്രേറ്റ് ചെയ്ത ആൾക്കാർ. അതെ, മൈഗ്രേറ്റ് ചെയ്ത ആൾക്കാർ. ഇപ്പം മൈഗ്രേഷൻ്റെ കാര്യം പറയുമ്പോഴാണ് ഈ ഇടയ്ക്ക് എന്നെ വളരെയധികം ഡിസ്റ്റർബ് ചെയ്ത ഒരു വീഡിയോ, ഒരു UK കാനഡയിലുള്ള ഒരു വ്ളോഗറിൻ്റെ വീഡിയോ ആണ്. ഇപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്ന വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു കോണ്ടന്റ് ആണല്ലോ. അപ്പോൾ ഇദ്ദേഹം രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്നു, ഇദ്ദേഹത്തിൻ്റെ ഷിഫ്റ്റ് 7 മണിക്ക് തുടങ്ങുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സങ്കടത്തോടെ പുള്ളി എഴുന്നേൽക്കുകയാണ്. രാവിലെ എനിക്ക് ഇത്ര മണിക്ക് എഴുന്നേൽക്കണം, എന്നാലേ എനിക്ക് ട്രെയിൻ പിടിച്ച് ഇന്ന സ്ഥലത്തേക്ക് 7 മണിയാകുമ്പോഴത്തേനും എത്താൻ പറ്റുള്ളൂ, വളരെയധികം തണുപ്പാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കഷ്ടപ്പാടോട് കൂടിയ ഒരു വീഡിയോ ആണത്.
അദ്ദേഹം എന്നിട്ട് ഇങ്ങനെ ഫോണും പിടിച്ച് റോഡിൽ കൂടെ നടക്കുകയാണ്, ദേഷ്യപ്പെട്ടുകൊണ്ട് ഈ രാജ്യത്ത് എന്താണ് എങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി നടക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഓപ്പോസിറ്റ് വരുന്ന ഒരാൾ ആ ദേശക്കാരനായിരിക്കണം. അദ്ദേഹത്തെ നോക്കി ഗുഡ് മോർണിംഗ് പറഞ്ഞ് ചിരിച്ചു. സ്വാഭാവികമായും നമ്മുടെ റെസ്പോൺസ് ഗുഡ് മോർണിംഗ് തന്നെ ആയിരിക്കണമല്ലോ. അപ്പം പുള്ളി ഒരു വളരെ ഇതായിട്ടുള്ളൊരു ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് പുള്ളി പറയാം, നീ ആരുടെ എന്നെ നോക്കി ഗുഡ് മോർണിംഗ് പറയാമെന്ന് എന്ന് മലയാളത്തിൽ വീഡിയോ നോക്കി പറയാണ്. പിന്നെ അവൻ്റെ ഒരു ഗുഡ് മോർണിംഗ്, നീ ആരെ എന്നെ നോക്കി ഗുഡ് മോർണിംഗ് പറയാൻ. അതെ, അവരുടെ രാജ്യത്ത് വന്ന് താമസിച്ച് ജോലി ചെയ്യാൻ വേണ്ടി രാവിലെ പോകുമ്പോൾ ആ രാജ്യക്കാരനായ ഒരാൾ ഇദ്ദേഹത്തെ നോക്കി ഗുഡ് മോർണിംഗ് പറഞ്ഞതാണ്. അതൊരു അവരുടെ കൾച്ചറിൻ്റെ ഭാഗമാണ്. അതുപോലും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് ജോലിയും തേടി ആ രാജ്യത്ത് പോയിരിക്കുന്നത് എന്നുള്ള ഒരു അയകണിയാണ് അവിടെ. ഇമാജിൻ. അപ്പം ആ രാജ്യത്ത് പോയി അവരെ കുറ്റം പറയുക, അവരുടെ രീതികളെ കുറ്റം പറയുക, അവർ ചെയ്യുന്ന കാര്യങ്ങളെ കുറ്റം പറയുക. പിന്നെ എന്തിനാണ് നിങ്ങളെ കൊണ്ട് പോയത് എന്നുള്ളതാണ് ചോദ്യം. പക്ഷേ ഇറ്റ്സ് അൺഫോർച്ചുനേറ്റ്ലി ദാറ്റ് ഈസ് ഹാപ്പനിങ് റൈറ്റ് നൗ. ജസ്റ്റ് ടു ആഡ് വൺ പോയിന്റ് ഹിയർ, നമ്മൾ പല കൾച്ചറൽ നമ്മൾ കുറച്ച് യാത്ര ചെയ്യുമ്പോഴേ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. എസ്പെഷ്യലി എന്നെ 1-2 എക്സ്പീരിയൻസ് ഞാൻ ഈ ജേർണിയിൽ പറയാം. വി ഹവ് ഗോട്ട് എ ലോട്ട് ഓഫ് ഗ്രൗണ്ട് ടു കവർ ആക്ച്വലി, എനിക്കറിയാം. ബട്ട് സ്റ്റിൽ 1-2 പോയിന്റ്സ് ഞാൻ പറയാം. ഈ ആദ്യമായിട്ട് UAE നിന്ന് ഞാൻ ആംസ്റ്റർഡാമിൽ 2016 പോകുന്നത്. അപ്പോൾ ഈ ഡച്ച് പീപ്പിളിനൊരു അവർ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അവരുടെ സൈക്കിൾ ട്രാക്കിൽ കയറിയെങ്കിൽ മാത്രമേ അവർ ഒഫൻഡഡ് ആവുള്ളൂ. അവരുടെ സൈക്കിൾ ട്രാക്കിൽ ആരും കയറുന്ന അവർക്ക് ഇഷ്ടമല്ല. അല്ലെന്നുണ്ടെങ്കിൽ അവർ പോകുമ്പോഴെല്ലാം ഓല 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 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നത്. അപ്പം ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അപ്പം ഞാൻ ഈ കൺട്രിയിൽ നിന്ന് അടുത്തത് ഞാൻ പോകുന്നത് ജർമ്മനിയിലോട്ടാണ്, ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ജർമ്മനിയിലെ കൾച്ചർ, ഞാൻ ആദ്യമായിട്ട് ജർമ്മനിയിൽ പോകുന്നത്. ഞാൻ ട്രെയിനിൽ കയറി നമ്മൾ യൂഷ്വലി സംസാരിക്കുന്നോ അല്ലെങ്കിൽ സംസാരിച്ചിരുന്നപ്പോഴത്തേനും ജർമ്മൻ ബോർഡർ ക്രോസ് ചെയ്തപ്പോഴത്തേനും ഒരു ലേഡി എണീച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ ഫ്രണ്ട്സിനോട്, ദിസ് ഇസ് ക്വൈറ്റ് സോൺ, നിങ്ങൾ ശബ്ദം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു. നമുക്കറിയില്ല, ഇത് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നമ്മളും പെർഫെക്റ്റ് അല്ലായിരുന്നു. നമ്മളും പല അനുഭവങ്ങളിൽ കൂടെയാണ് നമ്മളിവിടെ എത്തിപ്പറ്റിയത്. പക്ഷെ ബിനിൽ അഡാപ്റ്റ് ചെയ്തു. യെസ്, 90% നമ്മൾ ഇനി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അല്ല, ആ ഒരു മൊമെന്റിൽ തീർച്ചയായിട്ടും അത് ഉൾക്കൊണ്ടു അതിനെക്കുറിച്ച്. അല്ലാതെ അവരെ കുറിച്ച് ഞാൻ രണ്ടു ചോദിക്കാം ഞാൻ ചോദിച്ചില്ല. എക്സാക്ട്ലി, അവിടെയാണ് ഈ സംഭവം വരുന്നത്. അവിടെയാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം ഒരു ഉറവിടം എന്ന് പറയുന്നത് അവിടെയാണ്. അതായത് നിങ്ങൾ ആരാ എന്നെ ചോദ്യം ചെയ്യാൻ, എൻ്റെ ശബ്ദമാണ്, എൻ്റെ സ്പേസാണ് ഇന്ന് ഇപ്പോഴത്തെ കുട്ടികളാണ് മെയിനായിട്ട്, അതായത് അവിടെ പഠിക്കാനും ഒക്കെ പോകുന്ന കുട്ടികൾ ചോദിക്കുന്നത് മുതലാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അങ്ങനെയാണ് അവർക്ക് ഇമിഗ്രൻസിനോടുള്ളൊരു ഫ്രിക്ഷൻ തോന്നുന്നത്. ഇവിടെയുള്ള ഇപ്പോൾ ദുബായിൽ എനിക്ക് തോന്നുന്നില്ല നമ്മൾ ആരും വണ്ടി ഹോങ്ക് ചെയ്യുന്ന കേൾക്കാറുണ്ടെന്ന്. ഇല്ല, വളരെ ചുരുക്കമാണ്. ബട്ട് ഇഫ് യു ഹാവ് നോട്ടീസ്ഡ് ഇൻ ദ ലാസ്റ്റ് 2 years കുറച്ച് കൂടിയിട്ടുണ്ട്. സിഗ്നൽസിലും പല സ്ഥലങ്ങളിലും ഹോങ്കിങ് ഒരു ചെറിയ, അതിന് കാരണം ഇപ്പോൾ ഒന്ന് പുഷ് ചെയ്ത് നോക്കിയാലോ എന്നുള്ള ഒരു സംഭവം അവിടെ വരുന്നുണ്ട്. ഇവിടെ ഏകദേശം ഒരു 10 വർഷമെങ്കിലും ജീവിച്ച ഒരാൾ പുതിയൊരാൾ വന്ന് ഹോങ്ക് ചെയ്യുമ്പോൾ വി ഓട്ടോമാറ്റിക്കലി ഗെറ്റ് ഡിസ്റ്റർബ്ഡ്. കാരണം ദാറ്റ്സ് നോട്ട് എ പാർട്ട് ഓഫ് ദിസ് കൾച്ചർ ആൻഡ് വി ഫോളോ ഇറ്റ് ആൻഡ് വി തിങ്ക് ദാറ്റ് ഇസ് ഗ്രേറ്റ് as well. ഇവിടെ വണ്ടി ഓടിച്ച ഒരാൾ നാട്ടിൽ പോകുമ്പോൾ ഹോൺ അടിക്കുന്നത് കുറവായിരിക്കും. കാരണം നാച്ചുറലി നമുക്കത് വരില്ല, യൂസ്ഡ് അല്ല. ഒരുപക്ഷെ ഫ്ലാഷ് ചെയ്യുമായിരിക്കാം, പക്ഷെ നമ്മൾ ഹോങ്ക് ചെയ്യില്ല. ആ ഒരു കൾച്ചറൽ ചേഞ്ചാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. നമ്മൾ ഈ സിവിക് സെൻസ് ആണ് ഇതിൻ്റെ എല്ലാം റൂട്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാരണം. നമ്മൾ വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ എവിടുന്ന് വരുന്നോ അതേ സ്വഭാവവും കൾച്ചറും ഒരിക്കലും അവിടെ ഫോഴ്സ് ചെയ്യാൻ പാടില്ല. ആ സ്ഥലത്ത് കാലാകാലങ്ങളായിട്ടുള്ള കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസും അവർക്ക് തീരെ ഇഷ്ടപ്പെടാത്ത ശബ്ദങ്ങളും അതെല്ലാം തന്നെയുണ്ട്. അതൊക്കെ നമ്മൾ ഡെഫിനറ്റ്ലി ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. 2-3 ഇൻസിഡൻറ്റ് ഞാനിവിടെ ഒന്ന് ആഡ് ചെയ്യാം. മെട്രോയിലിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന ലേഡിയുടെ വീഡിയോ വൈറലായിരുന്നല്ലോ. ഈ മസാലയുടെ മണം എല്ലാം കൂടെ കയറിയായിരുന്നു. ഓക്കെ, 2 റിവറിൽ കുളിച്ചുകൊണ്ടിരുന്നു, അതും സോപ്പൊക്കെ തേച്ച് കുളിച്ചുകൊണ്ടിരുന്ന വീഡിയോ വൈറലായിരുന്നു. ശ്രദ്ധിച്ചായിരുന്നു. പിന്നെ ഈ മൊബൈലിൽ നമുക്ക് നാട്ടിൽ നിന്ന് വീഡിയോ കോൾ ഒക്കെ വരുമ്പോഴത്തേനും അവർ മൊബൈലിൽ നിന്ന് ലൗഡായിട്ട് സംസാരിച്ച് വീഡിയോ കോൾ ജസ്റ്റ് ഒന്ന് എടുക്കുക, സംസാരിക്കുക, ഞാൻ മെട്രോയിലാണ് അല്ലെന്നുണ്ടെങ്കിൽ ട്രെയിനിലാണെന്ന് പറയുക, തിരിച്ചു വിളിക്കുക, ദാറ്റ്സ് ഫൈൻ. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ആൾക്കാരെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ വീഡിയോസ് കണ്ടിട്ടുണ്ടോ? തീർച്ചയായും. ഇതൊക്കെയല്ലേ പബ്ലിക്കിൽ നമ്മൾ മാറ്റേണ്ടത്. പബ്ലിക്കിൽ പാട്ട് ഉറക്കി വയ്ക്കുക, ഹെഡ്ഫോൺസ് ഇല്ലാതെ. ഒരുപക്ഷെ മെട്രോയിൽ യാത്ര ചെയ്യുന്ന ഒരാളാണെങ്കിൽ പലപ്പോഴെങ്കിലും നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും. തീർച്ചയായും. സ്പീക്കറിൽ പാട്ട് വയ്ക്കുക, നമ്മുടെ സ്പീക്കറിൽ
ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. നിങ്ങളുടെ പേഴ്സണൽ ഹെഡ്ഫോൺസ് യൂസ് ചെയ്തോളൂ. ഇന്ന് രാവിലെ ഞാൻ ഈ പോഡ്കാസ്റ്റ് വരുന്നതിന് മുന്നേ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു, ഇതാണല്ലേ സബ്ജക്റ്റ്, ഒരു കാര്യം പറഞ്ഞു കേട്ടോ. ഞാൻ നമ്മുടെ പാർക്കിൽ പോയിരുന്നപ്പോൾ ഒരു ലേഡി എൻ്റെ അടുത്ത് വന്നിട്ട്, അവിടെ ഒരുപാട് ബെഞ്ചസ് ഉണ്ട്, ഞാനിരുന്ന ബെഞ്ചിൻ്റെ അടുത്ത് വന്നിട്ട് അവർ വന്നിട്ട് മൊബൈൽ ഓൺ ചെയ്ത് ന്യൂസും കേട്ടോണ്ടിരിക്കുക. ഞാൻ രാവിലെ 7 മണിക്ക് കുറച്ച് പീസായിട്ടിരുന്നിട്ട് ഇരിക്കാൻ വേണ്ടി പോയതാണ്. അവർ ന്യൂസ് രാവിലെ വന്നിട്ട് കേട്ടോണ്ടിരിക്കുക 7 മണിക്ക്, അതും സ്പീക്കറിൽ. അതെ അതെ അതെ. എത്രത്തോളം അത് വേറൊരാളെ ഡിസ്റ്റർബ് ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതാണ്. അപ്പം എഗൈൻ വീൽ ഹാവ് ടു ഗോ ബാക്ക് ടു ദ സിവിക് സെൻസ്. ഇപ്പം നമ്മുടെ വീട്ടിലും പലരും പല കാര്യങ്ങൾ സ്പീക്കറിലിട്ട് കേൾക്കുന്നു. അതെല്ലാം അവിടുന്ന് തുടങ്ങുന്നൊരു കാര്യമാണ്. ഈ സിവിക് സെൻസിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ കോൺട്രവേഴ്ഷ്യൽ ഒപ്പീനിയനാണ്. മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ, ഓക്കെ, ആ ഒരു ഇൻസിഡൻറ്റ് ഒരു പക്ഷേ സിവിക് സെൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും സംഭവിക്കില്ലായിരുന്നു. റൈറ്റ്. കം ടു തിങ്ക് ഓഫ് ഇറ്റ്. അവരുടെ ഗ്രൂപ്പ് തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് 2 പ്രാവശ്യമാണ് അവരെ ഡേഞ്ചറിൽ നിന്നും ആ ട്രിപ്പിൽ പല കാരണങ്ങൾ അവരെ രക്ഷിച്ചത്. ഒരു വളരെ ഉണങ്ങിയ ഒരു മരത്തിൽ ചാഞ്ഞുകൊണ്ട് അവരൊരു ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഒന്നും കൂടെ തള്ളിയിരുന്നെങ്കിൽ അത് അവരുടെ മേത്തേക്ക് വീണേനെ. അതല്ല, വേറെ ഒരു ഇൻസ്റ്റൻസും കൂടെ എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അവിടെയും അവർ പോയി ഈ സിവിക് സെൻസ് ഇല്ലാതെ എന്തോ കാണിക്കുന്നു, അതും ഡേഞ്ചറസ് ആയിട്ട് ഭവിച്ചേനെ. അങ്ങനെ 2 ഇൻസ്റ്റൻസസ് അവർക്ക് ഒരു എക്സാമ്പിളായിട്ട് മുന്നിൽ കിടക്കുമ്പോഴാണ് ഈ റെസ്ട്രിക്ഷൻ കണക്കാക്കാതെ അവർ ആ കേവിനകത്തോട്ട് പോകുന്നത്. അതിനും മുൻപ് ആ സിനിമ നമ്മൾ കണ്ടാൽ നമുക്കറിയാം അവരവിടെ അത് ഓരോ നെറ്റിൻ്റെ മുകളിൽ കയറി ചാടുന്നുണ്ട്. അത് ആ സിനിമയ്ക്ക് വേണ്ടി എടുത്തതാണെങ്കിലും സത്യം പറഞ്ഞാൽ അങ്ങനെ തന്നെയല്ലേ പല സ്ഥലത്തും നമ്മൾ പോകുമ്പോൾ ചെയ്യുന്നത്. പല ടൂറിസ്റ്റ് അട്രാക്ഷനിലും പോകുമ്പോൾ വാൻഡലിസം ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു പക്ഷേ ഏഷ്യൻസ് ആയിരിക്കില്ലേ. നമ്മളുടെ പേര് എഴുതി മറ്റേ സുമ ലവ്സ് രാജേഷ് എന്നുള്ളത് എത്ര നമ്മുടെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. ഇപ്പോൾ അതൊരു പക്ഷേ നമ്മൾ പോയ പല സ്ഥലങ്ങളിലും നമ്മൾ ഒരിക്കലും ഒരു വെസ്റ്റേൺ നെയിം അവിടെ കണ്ടിട്ടില്ല ഇല്ലേ. പലപ്പോഴും ഏഷ്യൻ നെയിംസ് ആണ് നമ്മൾ കാണാറുള്ളത്. കാരണം ഇതൊന്നും നമുക്കറിയില്ല, ചെയ്യുന്ന തെറ്റാണെന്ന് നമുക്കറിയില്ല. പല സിനിമകളിൽ പോലും അത് വളരെയധികം ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ പല സിനിമകളിലും റൺവേയിലേക്ക് ഓടിക്കയറുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ വളരെ ഗ്ലോറിഫൈഡ് ആയിട്ട് കാണിച്ചിരിക്കുകയാണ്. അതിലെന്തോ ഒരു അതിമാനുഷികത്വമോ അല്ലെങ്കിൽ എന്തോ ഒരു ഹീറോയിസം അതിലുണ്ട് എന്ന് ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടാണ് ഇപ്പോഴും ഇത്രയും ഈ ഡെയർ ഡെവിൾ ആക്ടുകൾ ആൾക്കാർ ചെയ്യുന്നത്. ദേ ആർ സർട്ടൻലി ഗെറ്റിംഗ് ഇൻഫ്ലുവൻസ്ഡ്. അപ്പം ഈ ഡെയർ ഡെവിൾ ഇത് ഇങ്ങനെ ചെയ്താലാടാ എനിക്ക് ധൈര്യമുണ്ടെന്ന് ഞാൻ ബാക്കിയുള്ളവരെ കാണിക്കുക എന്നുള്ള ഒരു പോയിന്റിലാണ് ഈ സിവിക് സെൻസ് മറന്ന് നമ്മൾ ഒരു ഡെയർ ഡെവിൾ ആവുന്നതും. അതാണ് പലപ്പോഴും ഈ ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് എത്തുന്നതും. നമ്മൾ പല റീൽസും കണ്ടിട്ടുണ്ട്. ഓടുന്ന ട്രെയിൻ വരുന്നത് കണ്ട് ട്രാക്കിൽ മലന്ന് കിടന്ന് വീഡിയോ എടുക്കുക, പെട്ടെന്ന് ട്രെയിനിന് മുന്നിൽ കൂടെ ചാടുക, ബോംബെ ലോക്കൽ ട്രെയിനിൽ നിന്ന് ചാടി മതിലെ തൊട്ട് തിരിച്ചു വരിക. ഇതെല്ലാം ഒരു പണ്ട് അതൊരു ഹീറോ ആവാനുള്ള ഒരു പഴുതായിരുന്നെങ്കിൽ ഇന്നത് റീച്ച് കൂട്ടാനുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ ഈ സിവിക് സെൻസ് മറന്നുകൊണ്ടാണ് നമ്മൾ ഈ സോ കോൾ ഡെയർ ഡെവിൾസ് ആവുന്നത് എന്നുള്ളതാണ് ഏറ്റവും അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു ട്രൂത്ത് കാര്യം. ഓക്കെ, ഓൾറൈറ്റ്. സോ ദാറ്റ്സ് ഇൻ പബ്ലിക് പ്ലേസ്. നൗ ലെറ്റ്സ് കം ടു റെസ്റ്റോറൻറ്റ്. ഇൻ അതർ പ്ലേസ്, റൈറ്റ്. ഈ റെസ്റ്റോറൻറ്റ്സിൻ്റെ ഒരു സൈക്കോളജി ഉണ്ട്. ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു ഉയർന്ന സുപ്പീരിയർ ആയിട്ടുള്ള ഒരു ലെവലിലാണ് എന്നൊരു പക്ഷേ നമുക്ക് തോന്നിപ്പോകുന്ന ഒരു സ്ഥലമാണ് റെസ്റ്റോറൻറ്റ് സൈക്കോളജിക്കലി. കാരണം വേറൊരാൾ വന്ന് കുനിഞ്ഞ് ഒന്ന് ഭവ്യതയോടെ നിന്ന് നമ്മുടെ ഓർഡർ എടുക്കുന്നു. അപ്പോൾ അവിടെ നമുക്കൊരു സോർട്ട് ഓഫ് ഫീൽ വെരി സുപ്പീരിയർ അബൌട്ട് ഇറ്റ്. ഞാൻ ഏഷ്യൻസിൻ്റെ കാര്യമാണ് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ കണ്ടുവരുന്ന ഒരു പ്രവണത. ഇഫ് യു ഗോ ടു another place, if you go to probably western countries, you will not find that sort of a disparity. ആ നിൽക്കുന്ന ആളും ഇരിക്കുന്ന ആളും തമ്മിൽ കാര്യമായിട്ടുള്ളൊരു വ്യത്യാസം വരുന്നില്ല. ഈവൻ ഐ എഗ്രി ടു ഡിസഗ്രി ഓൺ ദിസ് പോയിന്റ്. ബിക്കോസ് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അല്ല, ബിനിൽ ചെയ്യുന്നു എന്നല്ല ഞാൻ പറയാം. ചില ആൾക്കാർക്കൊരു തോന്നലുണ്ട്, അതായത് അവിടെ ചെന്നാൽ നമുക്ക് കുറച്ച് സുപ്പീരിയർ ആയി തോന്നാമെന്നുള്ള ഒരു ഇത് സ്വാഭാവികമായി വരുന്ന ഒരു കാര്യമാണ്. കാരണം ആര് ചെന്നാലും സർ എന്ന് വിളിക്കുന്ന ഒരു പ്രവണത ഈ കസ്റ്റമർ സർവീസിലുള്ള ഒരു കാര്യമാണ്. സ്പെഷ്യലി ഹോസ്പിറ്റാലിറ്റി. ഞാൻ ഹോസ്പിറ്റാലിറ്റിയിൽ വർക്ക് ചെയ്ത ഒരാളാണ്. ഞാനൊരു വളരെ
സക്സസ്ഫുൾ ആയ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ജാപ്പനീസ് റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് ബാക്ക് ഇൻ ഇന്ത്യ. സോ ഐ നോ ദറ്റ് ദ മൊമെൻറ്റ് യു വാക്ക് ഇൻ ദർ ഇസ് എൻ അൺസെഡ് സുപ്പീരിയോറിറ്റി ഫീലിംഗ് ദാറ്റ് യു ഗെറ്റ്. ഓക്കെ. അപ്പോൾ അവിടെ മുതൽ തുടങ്ങുന്നു നമ്മുടെ ഒരു കമാൻഡിങ് ടോൺ. ഞാൻ അഗൈൻ ആസ് എ ട്രെയിനർ ഞാൻ ടോൺ ഓഫ് വോയിസിൽ വളരെയധികം വിശ്വസിക്കുന്നതും ഞാൻ ടോൺ ഓഫ് വോയിസ് ട്രെയിൻ ചെയ്യുന്ന ഒരാളാണ്. ഈ ടോണിലാണ് എല്ലാം കിടക്കുന്നത്. സോ വാട്ട് യു ഹാവ്, അല്ലെങ്കിൽ ടെൽ മീ വാട്ട് യു ഹാവ്. ആൾക്കാരെ വിളിക്കുന്നത് മുതൽ നമ്മുടെ ടോൺ മാറുകയാണ്. നമ്മൾ ഒരിക്കലും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അങ്ങനെ ഒരാളെ വിളിക്കില്ലല്ലോ. സോ ദ പ്ലേസ് മാറ്റേഴ്സ്. യു ഓട്ടോമാറ്റിക്കലി ഫീൽ വെരി സുപ്പീരിയർ വെൻ യു ഗോ ടു എ റെസ്റ്റോറൻറ്റ്. ഇനി റെസ്റ്റോറൻറ്റിൽ പോയി ഓർഡർ ചെയ്ത് അത് ഒരു പക്ഷേ ഫുഡ് ഓർഡർ ചെയ്യുന്ന രീതികൾ, അവരോട് സംസാരിക്കുന്ന രീതികൾ, ഫുഡ് കഴിക്കുന്ന രീതി, ഇത് വളരെ ഡിബേറ്റബിൾ ആണ്. എനിക്കിഷ്ടമുള്ള രീതിയിൽ ഞാൻ ഭക്ഷണം കഴിച്ചോളൂ. പക്ഷേ ഇറ്റ്സ് എ സോഷ്യൽ സ്പേസ്. അപ്പം യു ആർ നോട്ട് അലോൺ. സോഷ്യൽ സ്പേസ് ആകുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ റെസ്റ്റോറൻറ്റ് തന്നെ അവിടെ എഴുതി വെച്ചിരിക്കുന്ന കുറച്ച് മാനദണ്ഡങ്ങളുണ്ടാവാം. അതെല്ലാം പാലിക്കേണ്ട ഒരു ബേസിക് നീഡ് നമുക്കുണ്ട്. പച്ചയായി തുറന്നു പറഞ്ഞോളൂ, എന്തൊക്കെയാണ് മലയാളി റെസ്റ്റോറൻറ്റിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ? അതല്ല, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന രീതികളായിരിക്കാം, അല്ലെങ്കിൽ ഈ തുറച്ചു നോട്ടം എഗൈൻ ഈ റെസ്റ്റോറൻറ്റിലൊരു സംഭവമാണ്. നമ്മൾ വളരെ നാച്ചുറലായിട്ട് വരുന്ന സംഭവമാണ് അവൻ എന്താ ഓർഡർ ചെയ്ത് എന്നുള്ളൊരു നോട്ടവും അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയും ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ള റെസ്റ്റോറൻറ്റ്സിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന രീതികൾ, വളരെ ലൗഡായിട്ട് കഴിക്കുന്ന രീതികൾ, കുറച്ച് ഇപ്പോൾ ഐ എം ഷുവർ ഇത് കേൾക്കുമ്പോൾ ഞാൻ കഴിക്കുന്ന ലൗഡാണെങ്കിൽ നിങ്ങൾക്ക് എന്താ എന്നുള്ളൊരു തോട്ട് വരുമായിരിക്കാം. എഗൈൻ ലെറ്റ് മീ ഗോ ബാക്ക് ടു മൈ പോയിന്റ്, അതൊരു സോഷ്യൽ സ്പേസ് ആണ്. ഇവിടെ 1-2 പോയിന്റ്സ് ഞാൻ ആഡ് ചെയ്യാം. അനൂപത് വളരെ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്, ഞാൻ കുറച്ച് റിയാലിറ്റി തന്നെ ചെയ്യാം. ഒന്ന്, കാർക്കിഷ് തുപ്പരുത്. ഓക്കെ, അത് മറ്റുള്ളവർക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. ഓക്കെ. 2, ഇപ്പം നമ്മൾ വേറൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒരു റെസ്റ്റോറൻറ്റിൽ എൻ്റെ കൂടെ ഒരു സ്വിസ് ലേഡി ആയിരുന്നു. ഓക്കെ, ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് പ്ലേറ്റ് താഴെ പോയി. ഓക്കെ, അപ്പോൾ കുറച്ച് ആൾക്കാർ നോക്കി, കുറച്ച് ആൾക്കാർ അത് മൈൻഡ് ചെയ്തേ ഇല്ല. അപ്പം എനിക്ക് പെട്ടെന്ന് ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ആദ്യമായിട്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ സ്വിസ് ലേഡി പെട്ടെന്ന് അവർ അതിനെ ഒരു വളരെ ലൈറ്റ് മൂവ്മെൻ്റ് ആക്കി ചിരിച്ചിട്ട്, ആ സമയത്ത് ചിരിക്കാൻ പറ്റുമെന്നുള്ള കാര്യം ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത്. ഓക്കെ, ചിരിച്ചിട്ട് അതിനെ വളരെ ലൈറ്റ് മൂവ്മെൻ്റ് ആക്കി. കുറച്ച് ആൾക്കാർ നമ്മളെ നോക്കുന്നുണ്ടായിരുന്നു. ആ ആൾക്കാർ ആരാന്ന് മനസ്സിലായി കാണുമല്ലോ. കുറച്ച് ആൾക്കാർ നമ്മളെ നോക്കുന്നുണ്ടായിരുന്നു, കുറച്ച് ആൾക്കാർ മൈൻഡ് ചെയ്തില്ല. ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ എംബാരസ് ചെയ്യാതിരിക്കുക, നോക്കാതിരിക്കുക. മൈൻഡ് യുവർ ബിസിനസ്. വെരി ട്രൂ. ഓക്കെ. പിന്നെ വീണ്ടും ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സിൽ വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മുടെ റെസ്റ്റോറൻറ്റ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ, ഈ വേസ്റ്റ് എടുത്ത്, നമ്മൾ കഴിച്ചതിൻ്റെ വേസ്റ്റ് എടുത്ത് ടേബിളിൽ ഒരു കൂമ്പാരം കൂട്ടിയിടുന്നത് ഇറ്റ്സ് ഡിസ്കസ്റ്റിംഗ്. ടോട്ടലി. ഓക്കെ. അതിനേക്കാളും ഒരു വേസ്റ്റിന് ഒരു പ്ലേറ്റ് വാങ്ങിച്ചിട്ട് അതിലെടുത്തിടുക. ഓക്കെ. പിന്നെ ഞാൻ ഈ പറഞ്ഞല്ലോ കാർക്കിഷ് തുപ്പരുത്. ഇങ്ങനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അനൂപ് അത് പറയാത്തതുകൊണ്ട് ഞാനത് ആഡ് ചെയ്തതേ ഉള്ളൂ. ഓക്കെ. സുരാജിൻ്റെ ഒരു സിനിമ വന്നിരുന്നില്ലേ, ദി ഗ്രേറ്റ് ഇന്ത്യൻ വെഡിങ്, അങ്ങനെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. ആ സിനിമയിൽ വളരെ വ്യക്തമായി കാണിക്കുന്നത് ഹോട്ടലല്ല, വീട്ടിലാണ്. പക്ഷെ വീട്ടിൽ പോലും ഇതുപോലെ അദ്ദേഹം കഴിച്ച ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് മുഴുവൻ ആ ടേബിളിലാണ് ഇടുന്നത്, ഡൈനിങ് ടേബിളിലാണ് ഇടുന്നത്. ആൻഡ് ഹൂഎവർ ഇസ് സപ്പോസ് ടു ക്ലീൻ, ദേ സപ്പോസ് ടു കം ആൻഡ് ക്ലീൻ ദാറ്റ്. ഓക്കെ. ആ വ്യക്തിയെ മാനിക്കണ്ടേ? അതെ അതെ അതെ. അപ്പം ഇത് തന്നെയാണ് പലപ്പോഴും പല ആൾക്കാരും റെസ്റ്റോറൻറ്റ്സിലും ചെയ്യുന്നത്. അത് ഒരുപക്ഷെ കണ്ടീഷനിങ്ങിൻ്റെ ഒരു ഭാഗം കൂടിയായിരിക്കും. അവർ കണ്ടു വളർന്ന എൽഡേഴ്സ് അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടായിരിക്കാം അവരങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ പെട്ടെന്ന് ഒരു കുട്ടി ഒരിക്കലും ഒരു വേസ്റ്റ് ടേബിൾ ഇടില്ല. അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. കറക്റ്റ്. അതെ. അപ്പം ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന അല്ലെങ്കിൽ പരിചയിച്ചിട്ടുള്ള കണ്ടീഷൻഡ് ആയിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒരു ഓപ്പൺ സ്പേസിൽ പോയി ചെയ്യുമ്പോഴാണ് ഇതിന് പ്രശ്നം ഉണ്ടാകുന്നതും ബാക്കിയുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടാവുന്നതും. ആ ബുദ്ധിമുട്ട് കുറച്ച് കഴിയുമ്പോൾ അവർ ടോളറേറ്റ് ചെയ്യാതെ അവർ റെസ്പോണ്ട് ചെയ്യുമ്പോൾ ഒരു ഫ്രിക്ഷൻ ആവുന്നു. അത് പിന്നെ ഒരു മേജർ ഇഷ്യൂയിലേക്ക് പോകുന്നു. ഇതിൻ്റെ എല്ലാം റൂട്ട് കോസ് ഒരാളുടെ ലാക്ക് ഓഫ് സിവിക് സെൻസ് ആണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും ഇതെല്ലാം പറയുമ്പോഴും നമ്മൾ വളരെ ഫണ്ണി ആയിട്ടുള്ള പല റീൽസും കണ്ടിട്ടുണ്ട്. അതായത് ഒരു ബർഗർ ജോയിൻറ്റിൽ പോയിട്ട് ഈ ബർഗറിൻ്റെ
ആ മേളത്തെ ബൺ തുറന്ന് നമ്മൾ ഈ സദ്യ ഉണ്ടെന്ന പോലെ എനിക്കിങ്ങനെ കഴിക്കാൻ അറിയൂ, എനിക്കിങ്ങനെ കഴിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് കഴിക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. സി ഒരു കോണ്ടന്റിൻ്റെ പെർസ്പെക്റ്റീവിൽ അത് ഫണ്ണിയാണ്, ശരിയാണ്. അത് കാണുമ്പോൾ നമുക്ക് ഇപ്പോൾ ബിനിൽ ചിരിച്ച പോലെ ഞാനും ചിരിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ആംബിയൻസ് അല്ലെങ്കിൽ അവരുടെ ഒരു സിവിക് സെൻസ് വെച്ച് നോക്കുമ്പോൾ അത് ഇറ്റ് ഈസ് നോട്ട് ഫണ്ണി. അവിടെയുള്ള ബാക്കിയുള്ള ആൾക്കാർ ഒരുപക്ഷെ കുറച്ച് ഡിസ്ഗസ്റ്റോടുകൂടെ ഇതിനെ നോക്കിക്കാണുന്നുണ്ടാവുമായിരിക്കാം. അപ്പം നമ്മൾ കുറച്ചൊന്ന് കോൺഷ്യസ് ആവണം എന്നുള്ളതാണ് ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിങ്ങനെ ബർഗർ കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു പ്രശ്നവുമില്ല, എനിക്കതുകൊണ്ട് ഒരു ദോഷവും വരാനില്ല. ഒരു പക്ഷേ ആ ചുറ്റുമിരിക്കുന്ന കുറച്ച് ആൾക്കാർ ഡിസ്ഗസ്റ്റഡ് ആകുന്നുണ്ടാകുമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ടേക്ക് അവേ എടുത്തോളൂ, എന്നിട്ട് എങ്ങനെ വേണമെങ്കിൽ കഴിച്ചോളൂ. ഈ ഒരു സ്ഥലം മാനിക്കുന്ന ഒരു മാനേഴ്സ് ഉണ്ട്, ഡിമാൻഡ് ചെയ്യുന്ന മാനേഴ്സ് ഉണ്ട്. അത് നമ്മൾ പാലിക്കുക എന്നുള്ളത് ആസ് എ സിറ്റിസൺ നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു അനൂപ്, നമുക്ക് കുറച്ച് ആൾക്കാരെങ്കിലും മനസ്സിൽ വിചാരിക്കും, ചിലപ്പോൾ നെഗറ്റീവ് കമൻസും വന്നേക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിനക്ക് അങ്ങനത്തെ അല്ലാത്ത ഹൈ എൻഡ് റെസ്റ്റോറൻറ്റിൽ പോയി നീ കഴിച്ചാൽ പോരെ എന്നൊരു ചിന്ത പെട്ടെന്ന് ഇപ്പോൾ കമൻ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ. പക്ഷെ നമ്മുടെ പോയിന്റ് അതല്ല. ഹൈ എൻഡ് ആണെങ്കിലും ലോ എൻഡ് ആണെങ്കിലും ഈ പാലിക്കേണ്ട മര്യാദകൾ പാലിക്കേണ്ടത് തന്നെയാണ്. അത് റെസ്റ്റോറൻറ്റുകാരുടെ ഭാഗത്തു നിന്നും കഴിക്കാൻ വരുന്ന ആളുടെ ഭാഗത്തു നിന്നും. ഇപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു ആരാധനാലയം മലിനമാക്കില്ല, കാരണം അത് പുണ്യമായൊരു സ്ഥലമാണ് ഇന്ന് നമുക്കൊരു ബോധ്യമുണ്ട്, അല്ലേ? ഒരു ചേർച്ചിലോ ഒരു അമ്പലത്തിലോ ആരും പോയി തുപ്പില്ല, മുറുക്കി തുപ്പില്ല, ഇല്ലല്ലോ. ഏറ്റവും എത്രത്തോളം പ്യുവറായിട്ട് അങ്ങോട്ട് പോകാവോ അത്രത്തോളം പ്യുവറായിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. ഇപ്പം ഈ ചേർച്ചിൻ്റെ ഭാഗമായിട്ടുള്ള ഫീസ്റ്റിലോ അല്ലെങ്കിൽ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ചെറിയ ഫീസ്റ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഭാഗം ഒരിക്കലും മലിനമാക്കില്ല, ഇല്ലല്ലോ. അവിടെ ഒരു വേസ്റ്റിൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ നമ്മൾ കൊണ്ടുപോയി കളയുള്ളൂ. നമ്മൾ ഒരു കാരണവശാലും അവിടെ പൊല്യൂട്ടഡ് ആക്കാൻ നോക്കില്ല. അത്രയും ബോധം നമുക്കുണ്ട്, അല്ലേ? അത് ഒരു റിലീജിയസ് ആയിട്ടുള്ള സ്പേസ് ആയതുകൊണ്ടും അവിടെ വളരെ അവിടെ നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള മര്യാദകൾ നമ്മൾ പാലിക്കണം എന്നുള്ള ഉത്തമ ബോധ്യം നമുക്കുണ്ട്. എന്തുകൊണ്ട് അത് വേറെ സ്ഥലങ്ങളിൽ ഉണ്ടാകുന്നില്ല? ഡു യു തിങ്ക് എനി അതർ പ്ലേസ് ഇസ് എനി ലെസ് compared to that particular place? If you can respect a religious place, why not another place? Yeah, correct. Yeah. അപ്പോൾ ഇന്നേറ്റ് ആയിട്ട് നമുക്ക് ആ എന്താ പറയുന്നത്, നമുക്കറിയാം എങ്ങനെ ബിഹേവ് ചെയ്യണം, നമുക്കറിയാം, ഇല്ലേ? ദുബായിൽ നമ്മൾ വന്നിട്ട് നമ്മളാരും കാര്യമായിട്ട് മുറുക്കി തുപ്പുന്നില്ല. ഒരു പക്ഷെ നമ്മൾ കണ്ടീഷൻഡ് ആയിട്ട് വന്ന പല സ്വഭാവങ്ങളും നമ്മളിവിടെ പുറത്തെടുക്കുന്നില്ല, കാരണം അതിനൊരു ഫൈനുണ്ട്, എല്ലാ ക്യാമറാസ് ഉണ്ട്, ഇതെല്ലാം വളരെ വ്യക്തമാണ്. പക്ഷേ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മളിത് ചെയ്യുന്നു. അത് ഒരു പോയിന്റ് ഞാൻ പറഞ്ഞോട്ടെ. ഈ ലോ എൻഫോഴ്സ്മെൻറ്റ് ആക്ച്വലി ആ ഫൈനൊക്കെ ഇടുന്നത് ഒരു പേടി വേണം. ലോ ഫസ്റ്റ് ഓഫ് ഓൾ ആൾക്കാർക്ക് പേടി വേണം. അതെ, ഇവിടെ പേടിയുണ്ട്. നമ്മുടെ നാട്ടിൽ അതില്ല. ഇല്ല. അത് ഇച്ചിരൂടെ സ്ട്രിക്റ്റ് ആയിട്ട് നടപ്പാക്കണം എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. തീർച്ചയായും. നമ്മൾ വിൽ ഹാവ് ടു ഗോ ബാക്ക് ടു ജപ്പാൻ അഗൈൻ. ജപ്പാൻ ഇസ് കൺസിഡേർഡ് ആസ് വൺ ഓഫ് ദ മോസ്റ്റ് ക്ലീനസ്റ്റ് പ്ലേസസ്, അല്ലേ? പല ഇൻഫ്ലുവൻസേഴ്സും ജപ്പാനിലൂടെ ഈ പറയുന്ന സോക്സ് മാത്രമായിട്ട് നടന്ന അവർ സോക്സ് കാണിക്കുന്ന വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ബിക്കോസ് ഇറ്റ് ഇസ് ദാറ്റ് ക്ലീൻ. വൈറ്റ് സോക്സ് ഇട്ടാൽ പോലും, സോക്സ് ഇട്ടാൽ പോലും അത് ക്ലീൻ ആണ്. അനദർ തിങ് ദാറ്റ് ഐ റെഡ് അബൌട്ട്, എത്രത്തോളം ഇത് ശരിയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ കേട്ടതാണ്, ജപ്പാനിൽ പല സ്ഥലങ്ങളിലും ഗാർബേജ് ബിൻസ് ഇല്ല. കറക്റ്റ്. അവർ വീട്ടിൽ കൊണ്ടുപോകണം. അതെ, ഓഫീസ് സ്പേസ് അങ്ങനെ കൊണ്ടുപോയിട്ട് ഇറ്റ് ഇസ് സ്റ്റിൽ ക്ലീൻ എന്നുള്ളതാണ്. യു ഷുഡ് ക്യാരി യുവർ ഓൺ സ്മോൾ ഗാർബേജ് ബാഗ് അലോങ് വിത്ത് യു. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ആ ഒരു സിവിക് സെൻസിൻ്റെ ഹൈറ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു നമുക്കുള്ള ഗാർബേജ് ബിന്നിൽ നമുക്കിടാനുള്ളൊരു ബുദ്ധിമുട്ട്, അല്ലേ? അത് പറഞ്ഞപ്പോഴാണ് ഈ കഴിഞ്ഞ ദിവസം നമ്മളൊരു പക്ഷേ ഇതിനെപ്പറ്റി മുൻപ് ഫോണിലൂടെ ഡിസ്കസ് ചെയ്തുകൊണ്ടാണോ എന്ന് അറിയില്ല, അൽഗോരിതം എൻ്റെ ഫീഡിലേക്ക് ഇതുപോലത്തെ കാര്യങ്ങളായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അതിൽ മഹാരാഷ്ട്രയിലുള്ള ഒരു ട്രെക്കിംഗ് സ്പേസ്, മഹാരാഷ്ട്ര ആണെന്നാണ് എൻ്റെ ഓർമ്മ. ആ ട്രെക്കിംഗ് കഴിഞ്ഞ് ആൾക്കാരിങ്ങനെ നടന്നു വരികയാണ്. അപ്പോൾ കുറച്ച് മേളിലുള്ള ഒരാൾ എടുക്കുന്ന വീഡിയോ ആണ്. ഇപ്പോൾ ബിന്നിൽ ഇരിക്കുന്നതിൻ്റെ ആ ഒരു സ്ഥലത്ത് ഒരു വേസ്റ്റ് ബിൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഞാൻ ഇവിടുന്ന് വെള്ളം കുടിച്ച് വരികയാണ്. ആ ബോട്ടിൽ ഞാൻ ആ വേസ്റ്റ് ബിൻ്റെ താഴേക്ക് എറിയാണ്, എന്നിട്ട് ഞാൻ നടന്നു പോവാണ്. അപ്പോൾ പിറകിൽ നിന്ന് എന്നെ വിളിച്ച് പറയുന്നുണ്ട്, അവിടെ കാണുന്നില്ലേ വേസ്റ്റ് ബിൻ ഉള്ളത്, അതിൻ്റെ അകത്തേക്ക് ഇട്ടൂടെ? അപ്പോൾ അയാൾ നോക്കിയിട്ട് എന്തോ പറഞ്ഞിട്ട് അയാൾ നടന്നു പോവാണ്. എന്നിട്ട് അവർ ഈ വീഡിയോയിൽ പറയുകയാണ്, ഇരിക്കുന്ന വേസ്റ്റ് ബിൻ്റെ താഴെ ഈ ബോട്ടിൽ കിടക്കുന്നത്. നോക്കുമ്പോൾ അവിടെ 2-3 ബോട്ടിൽ വേറെയും കിടക്കുന്നുണ്ട്. ഈ വേസ്റ്റ് ബിൻ്റെ അകത്ത് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്.
ഇടുക എന്നുള്ള ആ വേസ്റ്റ് ബിന്നിലേക്ക് ഇടുക എന്നുള്ള ഒരു ബേസിക് ബോധം എന്തുകൊണ്ട് ആൾക്കാർക്ക് വരുന്നില്ല. ഇനി അടുത്ത് നമുക്ക് പോകാനുള്ളത് നമുക്കൊരു ഓഫീസ് സ്പേസിലെ ബിഹേവിയർ എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അതിനകത്ത് കുറച്ച് നമുക്ക് സോഫ്റ്റ് സ്കിൽസും കൂടെ ആഡ് ചെയ്യാം. സോഫ്റ്റ് സ്കിൽസും കൂടെ ആഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. എനിക്ക് എല്ലാ എക്സാമ്പിളും ഫ്ലെക്സിങ് അല്ല, പക്ഷേ എൻ്റെ ട്രാവൽ എക്സ്പീരിയൻസിൽ നിന്നുള്ളതാണ്. ഓക്കെ. പറഞ്ഞാൽ വിശ്വസിക്കാത്തൊരു സംഭവമാണ്. ഞാൻ ഫിൻലൻഡിൽ പോയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ഇനി അവിടെ കുടുംബകലം ഉണ്ടാക്കണം. അപ്പം പുള്ളിക്ക് ആക്ച്വലി അന്ന് ഞാനവിടെ ഫിൻലൻഡിൽ എത്തിയപ്പോൾ അവനൊരു ചെറിയ ഒരു സെസ്ന ഫ്ലൈറ്റ് ഉണ്ട്, 4 സീറ്റർ സെസ്നയാണ്. അപ്പം അന്നൊരു റൈഡ് ഞങ്ങൾക്ക് ഫിൻലൻഡിൻ്റെ മുകളിൽ കൂടെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഞാൻ അന്ന് ലാൻഡ് ചെയ്ത ദിവസം പുള്ളിക്ക് സുഖമില്ലായിരുന്നു. അപ്പോൾ പുള്ളി പക്ഷേ ഞങ്ങൾക്ക് പ്രോമിസ് ചെയ്തു പോയി. അപ്പോൾ അതുകൊണ്ട് പുള്ളി വൈഫിനോട് പറഞ്ഞു, ഞാൻ ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം സുഖമില്ലാത്ത എന്ന് പറഞ്ഞിട്ട്. വൈഫ് എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി. വൈഫ് എന്ന് പറഞ്ഞാൽ ഫിൻലൻഡുകാരിയാണ്. ഓക്കെ. ഓക്കെ. അപ്പം എന്നിട്ട് ഞങ്ങളെ കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇച്ചിരി ദൂരമുണ്ട് വന്നിട്ട് ഞങ്ങളെ ഫ്ലൈറ്റിൽ പുള്ളി ഞങ്ങൾ തന്നെ ഏവിയേഷൻ ഫ്യൂലൊക്കെ അടിച്ച് ഞങ്ങൾ തന്നെ ആ ഫ്ലൈറ്റിൽ പോയി. അപ്പോൾ ഈ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഏവിയേഷൻ ഫ്യൂൽ അടിക്കാൻ സമയത്ത് അവിടെ ഒരു ഫിൻലൻഡുകാരൻ അപ്പുറത്ത് വേറൊരു കൊച്ചു ഫ്ലൈറ്റും കൊണ്ട് വന്നു. ഓക്കെ. അപ്പം ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് പറയാണ്, ഇവന് എൻ്റെ വൈഫിനെ അറിയാം, ഇനി എങ്ങാനും ഇവൻ എന്തെങ്കിലും കാര്യത്തിന് എൻ്റെ വൈഫിനെ വിളിച്ച് ഞാൻ ഇവനെ ഇവിടെ കണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് വൈകുന്നേരം എൻ്റെ ഡിവോഴ്സ് നടക്കുമെന്ന് പറഞ്ഞു. പിന്നെ എനിക്കത് മനസ്സിലായില്ല. അപ്പം പറഞ്ഞു എന്താണ് അങ്ങനെ പറയുന്നത്, ഫിൻലൻഡുകാരി നമ്മളൊക്കെ എത്രയോ അവിടെ പോകുന്നു ഇവിടെ പോകുന്നു പറഞ്ഞിട്ട് ചെറിയ ചെറിയ കള്ളങ്ങളോ വലിയ കാര്യങ്ങളൊന്നും അല്ലല്ലോ. പറഞ്ഞു അവിടെ പറയുന്ന മുഖവിലേക്ക് എടുക്കുന്നതാണ്. ഞാൻ ഹോസ്പിറ്റലിൽ പോകുമെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോവാണ്. നീ അവിടുന്ന് നീ ഫ്ലൈറ്റും എടുത്ത് 2 പേരെ പറപ്പിക്കാൻ പോയെന്ന് പറഞ്ഞാൽ അത് കള്ളം പറയുകയാണ്. കള്ളം പറഞ്ഞാൽ നിന്റെ ഡിവോഴ്സ് അന്ന് വൈകുന്നേരം. ആ റീസൺ മതി, തുമ്മിയാൽ മതി എന്ന് പറയുന്ന പോലെ തന്നെ ഈ ഒരു കള്ളം പറഞ്ഞൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഈ സാഹിബ് എന്തെങ്കിലും റീസൺ അവിടെ വിളിച്ച് ഇന്ന് ഞാൻ അവനെ അവിടെ കണ്ടല്ലോ എന്ന് പറഞ്ഞെങ്കിൽ ഡിവോഴ്സ് നടക്കുമെന്ന് പറഞ്ഞു. അതാണ് സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതും കൂടെ ചേർത്ത് ഞാൻ ഒരു മുഖവരായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഒരു ഓഫീസ് എൻവയോൺമെൻറ്റിൽ നമുക്കൊരു സോഫ്റ്റ് സ്കിൽസും കൂടെ ചേർത്തിട്ട് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത് നമുക്ക് അടുത്ത ടോപ്പിക് ആക്കാം. തീർച്ചയായും. അതിൽ ഏറ്റവും ആദ്യം പറയേണ്ടത് പങ്ക്ച്വാലിറ്റി പറ്റിയാണ്. ഓക്കെ. ഇവിടെ ദുബായിലുള്ളൊരു വളരെ പ്രശസ്തമായ ഒരു സ്ഥലമുണ്ട്, ഒരു ഗവൺമെൻറ് ഓഫീസാണ്. അവരുടെ മോട്ടോ എന്ന് പറയുന്നത് ഇഫ് യു കനോട്ട് കം ഓൺ ടൈം ഡോണ്ട് കം അറ്റ് ഓൾ എന്നുള്ളതാണ്. ഇപ്പോൾ പല കാരണത്താൽ നമുക്ക് ലേറ്റ് ആവില്ല എന്നൊന്നുമില്ല. പക്ഷേ ഇഫ് ഇറ്റ് ഇസ് നോട്ട് എ ജെന്യുവൻ റീസൺ ഡോണ്ട് ഈവൻ കം. പങ്ക്ച്വാലിറ്റിയിൽ നിന്ന് നമുക്ക് തുടങ്ങേണ്ടി വരും പലപ്പോഴും. എസ്പെഷ്യലി അഗൈൻ നമ്മുടെ കണ്ടീഷനിങ്ങിൻ്റെ ഭാഗമാണ്. നമ്മൾ ഭയങ്കര ഇൻഫേമസ് ആണ് ലേറ്റായി വരുന്നതിൽ. ഏഷ്യൻസ് പല മീറ്റിങ്ങുകളിലും പല സ്ഥലത്തേക്ക് പോകേണ്ട കാര്യം വരികയാണെങ്കിലും നമുക്കൊരു ചെറിയ ഒരു ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് എന്നുള്ള ഒരു കാര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഐം ഷുവർ ബിനിലും വളരെയധികം ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ക്രൗഡുമായിട്ട് മീറ്റ് ചെയ്യുന്നതുകൊണ്ട് ഐം ഷുവർ ബിനിലും കേട്ടിട്ടുണ്ടാവും ഇന്ത്യൻസ് അല്ലെങ്കിൽ ഏഷ്യൻസ് ആർ ഓൾവേസ് ലേറ്റ് എന്നുള്ളൊരു ലേബിള് തന്നെ നമുക്കുണ്ട്. ഇപ്പോൾ ഈ ഒരു ഓഫീസ് എൻവയൺമെൻറ്റിൽ വി ക്യാൻ സ്റ്റാർട്ട് ഓഫ് വിത്ത് പങ്ക്ച്വാലിറ്റി. ഒരാളുടെ ക്രെഡിബിലിറ്റി ഡിസൈഡ് ചെയ്യുന്നത് അയാളുടെ പങ്ക്ച്വാലിറ്റിയാണ്. സമയത്തിന് വരാത്ത ഒരാളെ നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല. ഐ എം ടോക്കിംഗ് ഫ്രം എ വെരി ഇൻ്റർനാഷണൽ പെർസ്പെക്റ്റീവ്. ഓഫീസിൻ്റെ ഒരു പെർസ്പെക്റ്റീവ്. സ്ഥിരമായിട്ട് ലേറ്റായിട്ട് വരുന്ന ഒരാളെ നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താ, ഒരു പറഞ്ഞ സമയത്തിന് പോലും വരാൻ പറ്റാത്ത ഒരാളെ നമ്മളെങ്ങനെ വിശ്വസിക്കും. അപ്പോൾ അതിന് ക്രെഡിബിലിറ്റി അതിനോടനുബന്ധിച്ച് വരുന്നൊരു കാര്യമാണ്. ഇതുപോലെ തന്നെ ഓഫീസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ദി ആർട്ട് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ. അഗൈൻ പല ആൾക്കാർക്കും ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അൺലെസ് യുവർ ഡിസിഷൻ ഇസ് യെസ് ഓർ നോ, നമ്മുടെ ക്രെഡിബിലിറ്റി അവിടെ വീണ്ടും ചോദ്യം ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മളെ ഒരാൾ വിശ്വസിക്കണം, നമ്മളെ ഒരാൾ ഡിപ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ വാക്കിനൊരു വില വേണം. അത് ഓഫീസ് കൾച്ചറിൽ അത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളൊരു ഓഫീസ് കൾച്ചറിൽ നോക്കിയാൽ, ഇപ്പം ഞാൻ പല സ്ഥലത്തും പോയി ട്രെയിൻ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് നമുക്ക് മനസ്സിലാവും. അവിടുത്തെ സ്റ്റാഫ് തന്നെ പറയും, അല്ല ഈ സാറിൻ്റെ അടുത്ത് മറ്റേ സാറിൻ്റെ അടുത്ത് പറയാം, കാര്യം നടക്കും. വൈ ഈസ് ഹി ഓർ ഷീ മോർ റിലയബിൾ? വൺ, ദേ ആർ വെരി അപ്രോച്ചബിൾ. നമുക്ക് ഓഫീസിൽ വളരെ അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു ബിഹേവിയർ എപ്പോഴും ഉണ്ടാവണമെങ്കിൽ നമ്മളെ വിശ്വസിക്കണം. നമ്മളോട് പറഞ്ഞാൽ കാര്യം നടക്കും എന്നുള്ളത്.
നിങ്ങൾ അങ്ങനെ ഒരാളാണോ എന്ന് ഒന്ന് സ്വയം ചിന്തിച്ച് നോക്കിയാൽ മതി. ഡു യു ഹാവ് പീപ്പിൾ കമ്മിങ് ടു യു ടു ഫോർ ഹെൽപ്പ്, ഫോർ എന്തെങ്കിലും ഡൗട്ട്സ്? ഇതെല്ലാം ഓഫീസ് എൻവയൺമെൻറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓൾസോ ടു ഡ്രോ എ ബൗണ്ടറീസ്. എവിടെ എസ് പറയണം, എവിടെ നോ പറയണമെന്നും ഓഫീസിൽ എസ്പെഷ്യലി നമുക്ക് ബൗണ്ടറീസ് ഉണ്ടാവണം. അതിനുള്ള ഒരു സ്മാർട്ട്നെസ് നമുക്ക് ഇനീറ്റ്ലി വേണം. പിന്നെ ആ കൾച്ചറൽ ഇൻ്റഗ്രേഷൻ്റെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. എനിക്ക് എൻ്റെ ഓഫീസ് എൻവയോൺമെൻറ്റിൽ പറ്റിയത്, ഞാനൊരു മൾട്ടിനാഷണൽ ബാങ്കിൻ്റെ ഭാഗമായിരുന്നു ആദ്യത്തെ 9 വർഷം. അപ്പോൾ ഞാൻ ദുബായ് മറീന ബ്രാഞ്ചാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു വെസ്റ്റേൺ യൂറോപ്യൻ കസ്റ്റമർ വന്നിട്ട് ഇച്ചിരി ചൂടായിട്ടാണ് വന്നത്. പുള്ളിയുടെ, ഞാൻ ബാങ്കാണല്ലോ, അപ്പം ക്രെഡിറ്റ് കാർഡ് എന്തോ ഒരു ഡിലേ വന്നു കിട്ടാനായിട്ട്. പുള്ളി വന്ന് എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ചൂടായിട്ട് ഇങ്ങനെ വന്നു. ഓക്കെ, എൻ്റെ ക്രെഡിറ്റ് കാർഡ് അപ്പം കിട്ടുമെന്ന് ചോദിച്ചു. അപ്പം മനസ്സിൽ പോയത്, നമ്മൾ വരുന്നത് വേറൊരു കൾച്ചറിൽ നിന്നാണല്ലോ, 2 ദിവസമൊന്നും, എനിക്കറിയാം 7 ദിവസം എടുക്കുമെന്ന്, 2 ദിവസമൊന്നും പറഞ്ഞു വിടാം, അല്ലെങ്കിൽ എന്നെ പുള്ളി പഞ്ഞിക്കിടും എന്നിങ്ങനെ വിചാരിക്കുക. പക്ഷെ ഞാൻ അപ്പോഴത്തേന് ഏതാണ്ടൊരു കൾച്ചറൽ ഇൻ്റഗ്രേഷനൊക്കെ സംഭവിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇനി എന്നെ പഞ്ഞി കിട്ടാനും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു, സാർ ഇറ്റ് വിൽ ടേക്ക് 7 days എന്നിങ്ങനെ സ്റ്റേണായിട്ട് പറഞ്ഞു. വിശ്വസിക്കില്ല, പുള്ളി ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞ് പുള്ളിയൊക്കെ പോയി. പുള്ളിക്ക് അവിടെ ഒരു ആൻസറാണ് വേണ്ടിയത്, മനസ്സിലായി? അല്ലാതെ പുള്ളിക്ക് നമ്മൾ 2 ദിവസം പറയുന്നോ 7 ദിവസം പറയുന്നതല്ല, കൃത്യമായ ആൻസറാണ്. 6th day ഞാനത് ഡെലിവറി ചെയ്ത് കൊടുത്തു. അതെ, അത് അങ്ങനൊരു നമ്മളിത് മനസ്സിലാക്കണം. അവർ അതെ, ഇതൊരു കൾച്ചറൽ ഇൻ്റഗ്രേഷൻ്റെ ഭാഗമായിട്ട് ഇതൊരു സോഫ്റ്റ് സ്കില്ലാണ്. തീർച്ചയായും. ഇപ്പോൾ യു ക്യാൻ ആക്ച്വലി ടൈ ടു യുവർ ഇൻസിഡൻറ്റ് ഫ്രം ഫിൻലൻഡ്. കാരണം അവിടെ ബിന്നിൽ സത്യമാണ് പറയുന്നത്, ഫാക്റ്റാണ് അവിടെ പറയുന്നത്. ആൻഡ് ദാറ്റ് പേഴ്സൺ വിൽ ഫോർ എവർ ബിലീവ് യു. കാരണം നിങ്ങൾ പറയുന്ന ഒരു ഫാക്റ്റാണ്. നമ്മളെ നാട്ടിലെ പല ഓഫീസിലും കണ്ടിട്ടില്ലേ, 2 ദിവസം കഴിഞ്ഞ് വാ നോക്കാം. എക്സാക്ട്ലി. ഒരു ടേൺ അറൗണ്ട് ടൈം ഇല്ല. നമുക്ക് എപ്പോഴും വി കീപ് എക്സ്റ്റെൻഡിങ് ഇറ്റ് എന്ന് പറയുന്നത്. ഈ കൾച്ചറൽ ഇൻറ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഈ ഓഫീസിൻ്റെ എൻവയൺമെൻറ്റ് ക്ലോസ് ചെയ്യാം. നമ്മൾ ജോലി ചെയ്യുന്ന സ്പേസിൽ വേറെ നാഷണാലിറ്റിക്കാരുണ്ടെങ്കിൽ അവർക്ക് ഡിസ്റ്റർബ് ചെയ്യുന്ന തരത്തിലുള്ള കാര്യം ഒരിക്കലും നമ്മൾ ആ ഓഫീസ് സ്പേസിൽ ചെയ്യരുത് എന്നുള്ളത്. ഇത് ഞാൻ കുറ്റമായിട്ട് പറയല്ല. ഇപ്പോൾ ഐ സ്റ്റിൽ റിമെമ്പർ, ഞാൻ ട്രെയിൻ ചെയ്യാൻ പോയ ഒരു ഓഫീസിൽ ദേ യൂസ് ടു ബി എൻ ഏഷ്യൻ. പുള്ളിയുടെ സ്പേസിൽ പുള്ളി വളരെ, എനിക്ക് തോന്നുന്നു ആ ഡ്രോയിൻ്റെ സൈഡിൽ എവിടെ പുള്ളി അഗർബത്തി കത്തിച്ചു വയ്ക്കും. ഇമാജിൻ. അത് ഫസ്റ്റ് ഓഫ് ഓൾ അത് ഫയറിൽ പെടും ചിലപ്പോൾ, പക്ഷെ അതല്ലെങ്കിലും പുള്ളി ആ താഴെ എവിടെയാണോ വെക്കുന്നത്, എനിക്ക് തോന്നുന്നു CPU സൈഡിൽ എന്തോ, പുള്ളിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് ഇത് കിട്ടാനായിട്ട്. പക്ഷെ അത് അവിടെയുള്ള പലർക്കും തലവേദന വരെ കോസ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പം പുള്ളി നോക്കുമ്പോൾ എന്താ, എനിക്ക് രാവിലെ അഗർബത്തി വെച്ചാൽ എനിക്കത് ഭയങ്കര പോസിറ്റിവിറ്റി കിട്ടുന്നൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത് അവിടെ വേറെ നാഷണാലിറ്റീസ് ഉണ്ടെന്നും അവർക്ക് ഇതിൻ്റെ ഒരു കാര്യം ഇതറിയില്ല, ഒരു പക്ഷേ അവർക്ക് അതിനെ ഡിസ്റ്റർബ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, എസ്പെഷ്യലി ഈ സെൻസ്, മണം, ഫ്രേഗ്രൻസ് ആയി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പലപ്പോഴും ഓഫീസ് കൾച്ചറിൽ ഒരു ഇഷ്യൂ ആയി വരുന്നത്. പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളതാണ്. യൂസ് ചെയ്യുന്ന പെർഫ്യൂംസ്, ഫുഡ് ഓഫീസ് പാൻട്രിയിൽ. ഐ എം ഷുവർ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലരെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായേക്കാം. അതിനൊരു ഫ്ലിപ്പ് സൈഡുണ്ട്, ആണ് കഴിഞ്ഞ ദിവസം കാനഡയിൽ നടന്നത്. പക്ഷെ മൈ പോയിന്റ് ഇസ്, മാക്സിമം ബാക്കിയുള്ള ആൾക്കാരെ ഇൻ സിമ്പിൾ വേർഡ്സ് പറഞ്ഞാൽ വെറുപ്പിക്കാതിരുന്നാൽ ഐ തിങ്ക് പീസ് ഓഫ് മൈൻഡ് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് നിങ്ങൾ മനസ്സിലാക്കും. ഓക്കെ, അത് മൈ ഫൈനൽ ക്വസ്റ്റ്യൻ. നമ്മൾ ഈ പ്രോബ്ലം മാത്രമേ ഡിസ്കസ് ചെയ്യുള്ളൂ. ദർ നീഡ്സ് ടു ബി എ സൊല്യൂഷൻ, അല്ലേ? യെസ്. സോ വാട്ട് ഇസ് എ കോൾ ടു ആക്ഷൻ? കോൾ ടു ആക്ഷൻ സ്റ്റാർട്ട്സ് ഫ്രം ഹോം. ഓക്കെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് കുട്ടികളുണ്ടെങ്കിൽ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദെം. ഇനിയിപ്പോൾ കുട്ടികളില്ലെങ്കിൽ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം യു. ദ മൊമെൻറ്റ് യു സ്റ്റാർട്ട് ബിലീവിങ് ഇൻ സിവിക് സെൻസ്, അല്ലെങ്കിൽ സിവിക് സെൻസിനേക്കാൾ കൂടുതൽ നമ്മൾ ഒരു നമ്മുടേതായിട്ടുള്ളൊരു വിശ്വാസം വേറൊരു സ്ഥലത്ത് അടിച്ചേൽപ്പിക്കാതിരുന്നാൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് സോൾവ് ചെയ്യാമെന്ന് തോന്നുന്നു. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ബേസിക്കായിട്ട് വേറൊരാളെ മാനസികമായും ശാരീരികമായും നമ്മൾ ബുദ്ധിമുട്ടിക്കാതെ ഇരിക്കുന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ തന്നെ ഐ തിങ്ക് സിവിക് സെൻസ് നാച്ചുറലി നമ്മൾക്ക് വരും. അപ്പം വീട്ടിനുള്ളിലും ആയാലും വീട്ടിൽ പുറത്തായാലും ഈ വേറെ ആൾക്കാരെ മുഷിപ്പിക്കുന്ന തരത്തിലുള്ള നമ്മുടെ ബിഹേവിയർ ഓട്ടോമാറ്റിക്കലി നമുക്കില്ലാതാവും. ചെയ്യാതിരിക്കുക. അതെ. പിന്നെ ഞാൻ വേറൊരു സൊല്യൂഷൻ കൂടെ പറയാം. നമ്മളിപ്പോൾ വേറൊരു കൺട്രിയിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഒരു ലോ പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഒന്ന് കാണുക എന്താണ് സംഭവം എന്ന്. ഒരു 6 മാസം 1 വർഷം കൊണ്ട് മനസ്സിലാക്കുക. അതെ. അതുവരെ ഒരു ലോ പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്ത് വലിയ ആളാവാൻ പോകാതിരിക്കുക. അല്ലേ? ടോട്ടലി.
വി ഹാവ് ടു ഡെഫിനറ്റ്ലി അഡാപ്റ്റ് ടു ദി അതർ പ്ലേസ് എന്നുള്ളതാണ്. അഡാപ്റ്റബിലിറ്റി ആണ് ഏറ്റവും മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ക്വാളിറ്റി എന്നുള്ളത്. കൈൻഡ്നെസ് ആൻഡ് അഡാപ്റ്റബിലിറ്റി, ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ യു വിൽ ഡെഫിനറ്റ്ലി ബി എ ബെറ്റർ പേഴ്സൺ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.